ലീഗ് കൊണ്ട് അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു നേട്ടമൊന്നും. അപ്പോൾ മുസ്ലിം മന്ത്രി ഉണ്ടാവുക എന്നതല്ല, മുസ്ലിങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ഗുണം ചെയ്യുന്ന നീതിയുള്ള മന്ത്രി ഉണ്ടാവുക എന്നുള്ളത്. അല്ലെ, മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. മുസ്ലിം പെണ്ണ് അന്യപുരുഷൻ്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം എന്നാണ്. അതാണ് ഈ നിലവിളക്കെന്ന് പറയുന്നത്. അത് മതവിശ്വാസിയല്ലാത്ത കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നത് തന്നെ ആ മതത്തിനാണ് അതിൻ്റെ ദോഷം. സ്ത്രീകളെ ഭരണം ഏൽപ്പിക്കുക, പൊതുകാര്യങ്ങൾ ഏൽപ്പിക്കുക, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവാം? അപ്പോൾ എല്ലാ മതക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ജീവിതത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. സമസ്തയുടെ നയം എന്ന് പറയുന്നത് സുന്നികൾ വേറിട്ട് നിൽക്കണം, മറ്റുള്ളവർ അവരവരുടെ തലങ്ങളിൽ പ്രവർത്തിച്ചോട്ടെ. സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുകയാണ് ഇപ്പോൾ അടുത്ത 2026. അപ്പോൾ ഈ 100 വർഷം കൊണ്ട് സമസ്ത എന്തിനാണോ സ്ഥാപിക്കപ്പെട്ടത് അതിൻ്റെ റെലവൻസ് ഇപ്പോൾ എങ്ങനെയാണ്? ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏത് അളവോളം പൂർത്തിയാക്കപ്പെട്ടത്? സമസ്ത പ്രധാനമായും സ്ഥാപിക്കപ്പെട്ടത് മുസ്ലിം സമൂഹത്തിൽ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും യഥാവിധി നിലനിർത്തുക, അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ വരുന്ന പുതിയ ആശയങ്ങളെ ചേർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അത് അൽഹംദുലില്ലാഹ് സക്സസ്ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 100 വർഷത്തെ പ്രതിലോമ പരിശ്രമങ്ങൾക്കൊന്നും 5% വിജയം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അതാണ്. രണ്ടാമത്തത് സമസ്തയുടെ ലക്ഷ്യം സാമൂഹിക ഉന്നമനമാണ്. അതിൽ വിദ്യാഭ്യാസം അതുപോലെയുള്ള സാമൂഹ്യ രംഗത്തെ എല്ലാ വിഷയങ്ങളിലും വളരെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തെ മാറി വരുന്ന വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുകൂലമായി അങ്ങനെ തന്നെ വളരാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ അല്ലെങ്കിൽ ഈ പരമ്പരാഗത ഇസ്ലാമിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ്. അതെ. പുതിയ പ്രസ്ഥാനങ്ങൾ, മുജാഹിദുകൾ, പിന്നീട് വന്ന ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ ഈ പറയാറുള്ളൊരു കാര്യം, ഒരു ആശങ്ക എന്ന് പറയുന്നത് സുന്നി സമൂഹത്തെ അവരിങ്ങോട്ട് സ്വാധീനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വഹാബി സ്വാധീനം അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ സ്വാധീനം. അപ്പോൾ നമ്മുടെ പരമ്പരാഗത ഇസ്ലാമിൻ്റെ സ്രോതസ്സുകളെ അല്ലെങ്കിൽ അതിൻ്റെ രീതികളെ ഒക്കെ മാറ്റുന്നതിൽ ഈ എത്രത്തോളം ഈ വഹാബിസത്തിന് കേരളത്തിൽ സാധിച്ചു? 1% സാധിച്ചിട്ടില്ല. പരമ്പരാഗത ഇസ്ലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത് എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്നത്, അതിൽ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1% പോലും സ്വാധീനം ചെലുത്താൻ വിദഴി കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പറയാറുള്ള ഈ പർദ്ദ, ഡ്രസ്സിൽ ഉണ്ടാകുന്ന സ്വാധീനം, വിശ്വാസത്തിൽ ചില സമയങ്ങളിൽ മറ്റ് മതവിശ്വാസികളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, ക്രിസ്മസ് പങ്കെടുക്കരുത്, ഓണത്തിൽ പങ്കെടുക്കരുത്, ഇത് ഈ പറയപ്പെടുന്ന ഇത് ഒരു വഹാബി സ്വാധീനത്തിൽ സുന്നി സമൂഹവും പെട്ടുപോയിട്ടുണ്ടോ? ഈ ഇപ്പോൾ പർദ്ദ അല്ലെങ്കിൽ പാൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഫാഷനിൽ വരുന്ന ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മളാരും ഈ ജീൻസും പാൻസും ഒന്നും മുമ്പ് ധരിക്കാറില്ലല്ലോ. അപ്പോൾ അതിലേക്ക് വന്നു. അത് ഫാഷനിൽ സ്വാഭാവികമായ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇസ്ലാമിലുള്ളത് ഹിജാബാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ നാട്ടിലും, തമിഴ്നാട്ടിലൊരു തരം ഹിജാബുണ്ട്, കേരളത്തിൽ വേറെയുണ്ട്. കേരളത്തിൽ ഗൾഫ് സ്വാധീനം കൊണ്ട് ഗൾഫിൻ്റെ രീതിയിലുള്ള ഫാഷനുകളാണ് ഇവിടെ വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ മറ്റൊരു തരത്തിലുള്ള ഹിജാബുണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ളതാണ്, അന്തർജനം എന്നാണ് മലയാളത്തിൽ പറയാം. ആ ഒരു സിസ്റ്റം അല്ലാതെ ഫർദ വഹാബി ആശയമല്ല. നിഖാബും ഇസ്ലാമിക ആശയമാണ്. യെസ്, മുഖം മറയ്ക്കുന്ന. അതെ. മുസ്ലിം പെണ്ണ്
അന്യപുരുഷൻ്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം എന്നാണ്. മുഖം മറക്കണം, മുൻകൈ മറക്കണം എന്നുള്ളതിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഈ ഫിഖ്ഹിനെ ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര നിയമങ്ങൾ. അത് വിവിധ അയിമ്മത്തുകൾ, മീൻസ് ദ ലീഡേഴ്സ് ഓഫ് ഇസ്ലാം, വിവിധ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖവും മുൻകൈയും മറക്കണം എന്ന് പറഞ്ഞവരുണ്ട്, മറക്കണ്ട എന്ന് പറഞ്ഞവരുണ്ട്. നമ്മളിപ്പോൾ ഒരു 90-കൾ അല്ലെങ്കിൽ 60-കൾ 70-കളിലൊന്നും നമ്മൾ മുഖം മറച്ച മുസ്ലിം സ്ത്രീകളെ ഇപ്പം അന്ന് നമ്മുടെ സിനിമകളിലാണ് നമ്മൾ പൊതുവെ കാണുന്നത്. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല നമ്മുടെ ചുറ്റിനും. പക്ഷെ ഇന്ന് മുഖം മറച്ച, മുഖം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി ആണല്ലോ. ആ സ്വന്തം ഐഡന്റിറ്റിയെ മറച്ച ഒരുപാട് സ്ത്രീകളെ നമ്മിന്ന് ചുറ്റും കാണുന്നുണ്ട്. ഞാൻ ജനിച്ച കാലം മുതലേ ഞാൻ കാണുന്നുണ്ട് മുഖം മറച്ചവരെ. മലബാറിലാണല്ലോ നമ്മളുടെ ജീവിതം. പക്ഷേ പറഞ്ഞ പോലെ അന്ന് ഈ ഒരു നിഖാബ് എന്ന് പറയുന്നത് അതൊരു ഫാഷനാണ്. ഇറ്റ്സ് എ ഫാഷൻ ഡിസൈനിങ്. അന്ന് വലിയ തട്ട ഉപയോഗിക്കും, മുഖം ഇങ്ങനെ മറച്ചു വയ്ക്കും, കുട ചൂടും, അങ്ങാടിയുടെ പുറത്തുകൂടെ നടക്കും. അങ്ങനെയാണ് അന്നത്തെ രീതി. ഇന്ന് അത് മാറി. കുറച്ചുകൂടെ സൗകര്യത്തിന് ഇങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ വെച്ചാൽ തന്നെ മറവ് വരും എന്നത് ആ ഒരു ഫാഷൻ വന്നപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി എന്നുള്ളത് മാത്രമാണ്. ഈ അദ്ദേഹത്തിന്റെ ഈ മുജാഹിദുകളെ പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ ഈ പുരുഷന്മാരുടെ വസ്ത്രത്തിൽ ഇപ്പം നീളക്കുപ്പായം വല്ലാതെ വ്യാപകമായിട്ടുണ്ട് നാട്ടിൽ. ഞാൻ പറയാറുണ്ട്, ഓട്ടോ ഡ്രൈവറും ഫോട്ടോഗ്രാഫറും ഒക്കെ നീളക്കുപ്പായം ഇട്ടിട്ട് നടക്കുന്ന ഒരു രീതിയുണ്ട്. പഴയ കാലത്ത് അത് പണ്ഡിതന്മാരുടെ മാത്രം ഒരു വേഷമായിരുന്നു. അതൊക്കെ ഒരു സോഷ്യൽ, ഒരു സ്വാഭാവിക ചേഞ്ചിൻ്റെ ഭാഗം എന്നല്ലാതെ മതത്തിൻ്റെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതായിട്ട് അതിനെ കാണാൻ പറ്റില്ല. അതത്ര നിഷ്കളങ്കമായിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തില് മുസ്ലിം സമുദായത്തിനുള്ളിൽ ജനാധിപത്യം, മതേതരത്വം, ഇതൊക്കെ അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പൊ ഈ ഇവിടുന്ന് ചില ആളുകള് ജനാധിപത്യം വേണോ എന്ന് ഇവിടുന്ന് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ ഫത്വ വയ്ക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു സ്വാധീനം ഉണ്ടല്ലോ, അതിന്റെ ഒരു സ്വാധീനം. കേരളത്തിലെ സുന്നി സമൂഹത്തിൽ അവർ ഫത്വ ചോദിക്കുന്നത് സമസ്തയോടാണ്. കാരണം ഓരോ നാട്ടിലുള്ള ഈ അവസ്ഥയെ അറിയുന്നവർക്കേ ഫത്വ കൊടുക്കാൻ കഴിയുള്ളൂ. വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലത്തെ ഒരു വിഷയത്തിന് ഫത്വ കൊടുക്കണമെങ്കിൽ, ഫത്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലാണ്. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഫത്വയും മറ്റൊരാൾ കൊടുക്കുന്ന ഫത്വയും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥയും അറിയണം, നാടിൻ്റെ അവസ്ഥ അറിയണം. പിന്നെ പഴയ കാലത്ത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അന്നത്തെ മക്കയിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജർ ഹൈത്തമിയോട് ഫത്വ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിച്ച് എന്നിട്ട് ചോദിക്കും. അപ്പോഴാണ് അതിന് മറുപടി കിട്ടുക. അപ്പോൾ ഈ ഗൾഫിലെ സലഫി പണ്ഡിതന്മാരെ അതേപോലെ പിന്തുടരുന്നവര് കേരളത്തിലുണ്ട്, ചെറിയ ശതമാനത്തോളം ഉണ്ടല്ലോ. കേരളത്തിലുണ്ടല്ലോ സലഫികളെ കുറച്ച്. അവരവിടുന്നാണ് ചോദിക്കുക, അല്ല അത് സുന്നികളെ സ്വാധീനിക്കുന്നില്ല. ഞാൻ പറഞ്ഞ സുന്നികളെ ഒട്ടും ഇത് സ്വാധീനിക്കുന്നില്ല. ഈ മുനവർ അലി തങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഈ നമ്മുടെ കാലഘട്ടത്തിൽ ഫാസിസത്തെ എതിരിടാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്ക് ചേർന്ന് നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ മുസ്ലിം സമുദായം ഒറ്റപ്പെടുത്തിയതാണ് കുറെ അടുത്ത കാലം വരെ. അപ്പോൾ ഈ ഫാസിസത്തെ നേരിടാൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കണം, ചേർത്ത് നിൽക്കണം എന്ന് പറയുന്നത് ഇതിനോടുള്ള പ്രതികരണം എന്താണ്? അതൊരു ഫാസിസ്റ്റ് തന്ത്രമായിരിക്കണം. ഏത് പറഞ്ഞത് കാരണം അത് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, തങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. എന്തായാലും സമസ്തയുടെ നയം എന്ന് പറയുന്നത് സുന്നികൾ വേറിട്ട് നിൽക്കണം, മറ്റുള്ളവർ അവരവരുടെ തലങ്ങളിൽ പ്രവർത്തിച്ചോട്ടെ. കാരണം അവരുടെ ആശയങ്ങളിലും പ്രവർത്തന ശൈലിയിലൊക്കെ പല വ്യതിയാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ സമസ്ത ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഭാരം നമ്മളും കൂടി ചുമക്കേണ്ടി വരില്ലേ? ഇവിടെ മഹാഭൂരിപക്ഷം 90% മുകളിൽ മുസ്ലിങ്ങളും സുന്നികളാണ്. അപ്പോൾ വേറിട്ടൊരാശയക്കാരെ കൂടെ നിർത്തുമ്പോൾ പിന്നെ അവരുണ്ടാകില്ലല്ലോ. അതങ്ങനെ തന്നെ വേറിട്ട് കാണുകയാണ് വേണ്ടത്. അതിനെ കൂട്ടിപ്പിടിക്കുന്നത് അപകടമാണ്. അല്ല, ഈ വാദത്തെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണം, അല്ലെങ്കിൽ ഉമ്മത്തിയത്ത് വാദം എന്നൊക്കെ പറയാറുണ്ടല്ലോ, എല്ലാവരും യോജിച്ച് നിൽക്കണം. അപ്പോൾ ഈ മനുഷ്യരെല്ലാം യോജിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആശയം. മറ്റത് ആരാധനാ കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ചെയ്യണം.
അതുപോലെയുള്ള സംഘടനാപരമായ വിഷയങ്ങൾ ഓരോ സംഘടനക്കാരും ചെയ്യണം എന്നുള്ളതാണ്. പൊളിറ്റിക്കലി മുസ്ലിംസ് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത്. രാഷ്ട്രീയപരമായി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ സംഘടിക്കണം എന്ന് ഞങ്ങൾക്കൊരിക്കലും താല്പര്യമില്ല. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇപ്പോൾ വിവിധ ആശയങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉടലെടുക്കുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശത്തിനനുസരിച്ചാണ് ജനങ്ങൾ യോജിച്ച് നിൽക്കേണ്ടത്. അതിൽ വ്യത്യസ്ത പാർട്ടികളുണ്ടാവും. പിന്നെ സമസ്തയാണെങ്കിൽ പ്രത്യേക പാർട്ടികളുമായൊന്നും ഒരു സ്ഥിരമായ ബന്ധമോ അങ്ങനെയുള്ളൊരു തീരുമാനങ്ങളോ ഇല്ല. അപ്പോൾ പിന്നെ താൽക്കാലികമായി വോട്ട് ചെയ്യുന്ന സമയത്തുള്ളൊരു തീരുമാനങ്ങൾ മാത്രമാണ് ആ വിഷയത്തിലുള്ളത്. ഭരണകൂടങ്ങളോട് എന്നും യോജിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ വിഷയത്തിൽ നമ്മുടെ ഒരു പോളിസി. കേരള മുസ്ലിം ജമാഅത്ത് സ്ഥാപിച്ചല്ലോ. അപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ കൊടുക്കുമായിരുന്നു. അതായത് നമ്മൾ രാഷ്ട്രീയ പാർട്ടി ആയിട്ടാണോ അതോ രാഷ്ട്രീയ? ഒരിക്കലും അല്ല. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൊതു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നേരത്തെ സുന്നി യുവജന സംഘം ഉണ്ടാക്കിയത് 1954. അത് വികസിച്ച് അതിൻ്റെ കീഴിൽ വർഗ ബഹുജന സംഘടനകളും മറ്റ് വിവിധ സെക്ഷനുകളൊക്കെ വന്നപ്പോൾ അതിനെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ച് നടത്താൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൻ്റെ പൊതുമുഖമായിട്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് വരുന്നത്. അല്ലാതെ ഒരിക്കലും അതൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുകയോ? ഒരിക്കലുമില്ല. സമസ്തയുടെ നയം എന്താണോ ആ നയം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു സാമൂഹ്യ സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത്. അല്ല, പൊതുവെയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ കാന്തപുര വിഭാഗം CPM-നാണ് എല്ലാ കാലത്തും പിന്തുണ കൊടുത്തത് എന്നുള്ളതായിരുന്നല്ലോ ധാരണ. അതിന് മറുപക്ഷത്ത് ചില ആളുകൾ നമ്മളുമായിട്ട് ശക്തമായ പോരാട്ടം ഉണ്ടായിരുന്ന ചില കാരണങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ പിന്തുണപ്പുറത്തായിരിക്കും എന്നുള്ളൊരു ധാരണ. അതൊരു ധാരണ മാത്രമാണോ? പലപ്പോഴും പിന്തുണകൾ മാറി മാറി ചെയ്തിട്ടുണ്ട്. ഒരേ കക്ഷിക്ക് മാത്രം എല്ലാ സമയത്തും ചെയ്യുന്നതൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ലീഗിനെ പൊതുവെ കണ്ടുവരുന്നത്. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ല, അതൊരു ധാരണ മാത്രമാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗുകാരല്ല. മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലുണ്ട്, കോൺഗ്രസിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, ഈവൻ BJP-യിലടക്കം മുസ്ലിങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ കോണിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്നൊക്കെ ഉള്ളൊരു ഓരോ പ്രഭാഷകന്മാരുടെ ഓരോ ആശയങ്ങളാണ്. അതൊന്നും ഒരു ഔദ്യോഗിക വാക്കുകളായിട്ട് എടുക്കാൻ പറ്റില്ല. ആ ഒരു ചിന്താഗതിയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടോ മുസ്ലിം സമുദായം? ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്നൊക്കെ ഉള്ളത് ആ ചിന്തയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. നേരത്തെ ഇല്ല. അത് ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ്. അതാരും അംഗീകരിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ മുജാഹിദോ ജമാഅത്ത് അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ട് എടുക്കാൻ മതി. ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ പ്രത്യേകിച്ചും ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു തലപ്പാവുധാരിയായ ഒരാൾ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഞാൻ ഒരു സംഘടനയുടെ ഔദ്യോഗിക ആൾ എന്ന നിലക്ക് ഞാൻ പറയുന്നതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതൊരു സത്യമാണ്. അതേസമയത്ത് ആര് പറഞ്ഞാലും, ഏത് മുസ്ലിയാരെന്ന് പോലും ഞാൻ പറയുന്നില്ല. കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്തും പറയാം. അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് തിരുത്തപ്പെടണം. അതിന് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇതുപോലെ ഒരുപാട് തലപ്പാവ് ധരിച്ച ഒരുപാട് പേര് പലതും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. തലപ്പാവ് ധരിച്ചവർ പറയുന്നതോ കുരിശ് ധരിച്ചവർ പറയുന്നതോ പൊട്ടുതൊട്ടവർ പറയുന്നതോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ആശയത്തിൻ്റെയോ അവരുടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പോൾ ഒരു വിധവയായ ഒരു മുസ്ലിം സ്ത്രീ ഷിംലയിൽ പോയിട്ട് മഞ്ഞിൽ ഇരിയുമ്പോൾ അവരൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു. അതെ, അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരാളിട്ടു, വേറൊരാളൊരു പ്രഭാഷണം ചെയ്തു, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഏതെങ്കിലും വാക്കിലുള്ള ഒരു പീസിനെ എടുത്ത് പറയുന്നതിന് പകരം നമ്മളൊരു ആശയത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്.
ചിലപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ യാത്ര ചെയ്യുന്നതും പോകുന്നതും ഒന്നും ഇസ്ലാമിൽ അങ്ങനെ ഒരു വിലക്കില്ല. അങ്ങനെ അല്ല, അതാണ് ചോദിക്കേണ്ടത്. ഇസ്ലാമിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണെന്നാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഇന്നയാൾ ഇന്നത് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന രീതിക്ക് മാറ്റം വരണം. ഇസ്ലാമിൽ യാത്ര ചെയ്യുന്നതിന് വിലക്കില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് ഇസ്ലാം മാത്രമല്ലല്ലോ, അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന്. കാരണം അത് അപകടം. സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാകും. ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട്. പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത് സുരക്ഷിതമല്ല. അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം. അത് ഭർത്താവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ നമ്മളിത് സംസാരിക്കുന്നത് സുനിത വില്യംസ് സ്പേസിൽ മാസങ്ങളോളം താമസിച്ച് തിരിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്ത്രീ ഒറ്റയ്ക്ക്. സ്വന്തമായിരുന്നു പോയത്? ഇല്ല, കൂടെ വേറൊരു പുരുഷനുണ്ടായിരുന്നു. രണ്ടാളാണോ? അല്ല, ഭർത്താവോ കുടുംബത്തിലുള്ള ആരോ കൂടെ ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യൽസ് ഉണ്ടാവും. മുസ്ലിം അല്ലല്ലോ. ഈ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന എല്ലാ പെണ്ണിനും അപകടം ഉണ്ടാകും എന്നും അല്ലല്ലോ. നമ്മൾ ലൈസൻസ് എടുത്ത് പോകുന്നത് എപ്പോഴെങ്കിലും പോലീസ് കൈകാട്ടെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ അത് ഇൻസ്പെക്ഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ യു ഷുഡ് ഹാവ് ദ ലൈസൻസ് വിത്ത് യു എന്ന്. അതുപോലെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ഒരു നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നത്, അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കൊള്ള നടക്കും എന്ന് വെച്ചിട്ടല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ CCTV ഒക്കെ ഉണ്ടാവും, പുറത്തൊക്കെ ഉണ്ടാവും. ഇവിടെ 100 വർഷമായി ക്യാമറ വെച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കില്ല. എവിടെയെങ്കിലും സംഭവിക്കും. അതിനുവേണ്ടിയാണ് ഈ സുരക്ഷിതത്വം, സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നത്. അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ലോകം ഒരുപാട് ഇവോൾവ് ആയല്ലോ. അപ്പം മറ്റു രാജ്യങ്ങളിലാണെങ്കിലും കേരളത്തിൽ തന്നെ ആണെങ്കിലും ഒരുപാട് സ്ത്രീകൾ ഒറ്റയ്ക്ക് പോയി പഠിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അത്രത്തിൽ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല, ആരും തടയുന്നില്ലല്ലോ. ഇസ്ലാം ഒരു പോളിസിയുണ്ട്. അത് ഇസ്ലാം പറയുന്നു. അത് അംഗീകരിക്കുന്നവർ അതനുസരിച്ച് ജീവിക്കുന്നു. അത് അംഗീകരിച്ചോളണം എന്ന് അങ്ങനെ ഇവിടെ ഒരു നിർബന്ധം ചെലുത്താൻ ആർക്കും സാധ്യമല്ലല്ലോ. ആർക്കും പോകാമല്ലോ. ഇതുമായിട്ട് ചേർത്ത് നിർത്തി പറയാൻ കഴിയില്ല. എന്നാലും കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വാക്കുകൾ വല്ലാതെ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞായിരുന്നു. ഒരു കുട്ടി ശരിക്കും 4 വർഷത്തോളം ഗർഭാശയത്തിൽ നിൽക്കും. അത് ഇന്റൻഷനലി പറഞ്ഞാണോ അതോ അല്ല, അത് എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ്. അത് അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ സിസേറിയൻ വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ചർച്ച മൊത്തം നാട്ടിൽ നടക്കുന്നൊരു സമയത്താണ് പറഞ്ഞത്. അന്ന് ഞാനത് പറഞ്ഞത്, അതായത് ഈ സിസേറിയൻ ആളുകൾ പറയും ആശുപത്രിയുടെ കച്ചവടമാണ്, അല്ലെങ്കിൽ ഡോക്ടർമാർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, അങ്ങനെ ഉണ്ടാവാം എവിടെയെങ്കിലുമൊക്കെ. അതേസമയത്ത് നിങ്ങളുടെ കൂടെ താല്പര്യമാണത്. നിങ്ങൾക്കൊരു ഡേറ്റ് കിട്ടിയാൽ ആ ഡേറ്റിന് തന്നെ പ്രസവിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ളൊരു ബേജാറ് ആളുകൾക്കുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എത്ര ദിവസം നിൽക്കാം. അപ്പോൾ അതിന് ഞാനൊരു പഴയ കോട്ട് പറഞ്ഞതാണ്. ഇത് ഒരു അബൌട്ട് 12 centuries ബാക്ക് നല്ല ഡിസ്കഷൻ നടന്നൊരു സംഭവം. എത്ര കാലം വയറ്റിലൊരു കുട്ടി നിൽക്കും എന്നുള്ളത്. അപ്പോൾ അതിലെനിക്ക് കിട്ടിയൊരു കോട്ട് ഞാൻ പറഞ്ഞു 4 വർഷം വരെ നിൽക്കുമെന്ന്. അല്ലാതെ ഇനി മുതൽ നാളെ മുതൽ എല്ലാ സ്ത്രീകളും പ്രസവിക്കാൻ ദിവസം പൂട്ടി വരുന്നില്ലെങ്കിൽ 4 വർഷം വരെ കാത്തു നിൽക്കണം എന്നുള്ളൊരു കാര്യം അല്ല പറഞ്ഞത്. അതിലൊരു പ്രശ്നം അത് പറയേണ്ടത് മെഡിക്കൽ സയൻസ് ആണെന്നുള്ളത്. അതെ, ഇപ്പോൾ മെഡിക്കൽ സയൻസ് എന്താ പറയുന്നത്? എത്ര ദിവസം നിൽക്കുന്ന അതാ നോക്കേണ്ടത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ആരെങ്കിലും എന്തും പറഞ്ഞാൽ എല്ലാവരും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണം എന്നുള്ളൊരു ധാരണയുണ്ട്. അന്ന് അങ്ങനെയല്ല ഉണ്ടായത്. അന്ന് ഒരു കുട്ടി 2 വർഷം കഴിഞ്ഞ് പ്രസവിച്ചാൽ ഇത് ആരുടെ കുട്ടിയാണെന്നാണ് വയ്ക്കുക. ഒരാൾ വിവാഹമോചനം നടത്തിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് കുട്ടി ജനിച്ചു. ഈ പെണ്ണ് വേറെ കല്യാണം കഴിച്ചിട്ടുമില്ല, അവിഹിത ബന്ധത്തിന് പോയിട്ടുമില്ല. എങ്കിൽ ഇയാളിലേക്ക് ഈ കുട്ടിയെ ചേർത്തി പറയാൻ പറ്റുമോ? അവിടെയാണ് ഈ ഡിസ്കഷൻ ഉടലെടുത്തത്. അപ്പോൾ ഒരാൾ 2 വർഷം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് പകരം അന്നത്തെ ആളുകൾ നാടുനീളെ സഞ്ചരിച്ച് ജനങ്ങളെ അന്വേഷിച്ച് കുടുംബങ്ങളിൽ അന്വേഷിച്ച് പഠിക്കുകയാണ്, ഗവേഷണമാണ്. അപ്പോൾ അന്ന് ഒരാൾ പറഞ്ഞു, ഈ ഗ്രേറ്റസ്റ്റ് ഇസ്ലാമിക് സ്കോളറായിരുന്നു പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 2 വർഷം വരെ നിൽക്കുള്ളൂ. അപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ല എൻ്റെ നൈബർ ഒരു പെണ്ണുണ്ട്, അവൾ 3 വർഷമായിട്ടാണ് പ്രസവിച്ചത്. സോ അത് അനുഭവമല്ല, അനുഭവത്തെ അനുമാനം കൊണ്ട്
മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ വീണ്ടും അന്വേഷിച്ചു. അപ്പം 4 വർഷം വരെ നിന്നിട്ട് പ്രസവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്ന് ബാഗ്ദാദിലെ ഒരാൾ പറഞ്ഞു. ഒരു കുടുംബം, ഒരു ട്രൈബ് തന്നെ മൊത്തം അങ്ങനെയാണ് പ്രസവിക്കുന്നതെന്ന്. അപ്പോൾ അനുഭവത്തെ നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം മാസം കാണൂല എന്ന് പറയുന്ന ദിവസം മാസം കണ്ടാലേ അതങ്ങനെ കാണൂല, അത് ചന്ദ്രനല്ല എന്ന് പറയുന്നത് പോലെ ആയിപ്പോകൂലേ. പക്ഷെ ഈ ചർച്ച വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മലപ്പുറത്ത് ഒരു സ്ത്രീ, അതിലാണ് ഈ ചർച്ച വന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഇതെന്താണ്? വീട്ടിൽ പ്രസവിച്ച പാർട്ടിയുടെ ആളുകളാണ് എൻ്റെ ഈ പഴയ പ്രസംഗം തപ്പിപ്പിടിച്ച് പുറത്തിട്ടത്. അത് അവർക്ക് അനുകൂലമാകുമെന്ന് കരുതിയിട്ട്. ഇസ്ലാമിൽ അങ്ങനെ വീട്ടിൽ നിന്നേ പ്രസവിക്കാവൂ എന്നുള്ള യാതൊരു ആശയവുമില്ല. ഇസ്ലാമിലുള്ളത് സുരക്ഷിതമായ സ്ഥലത്താവണം, പ്രസവം എടുക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവണം, അവിടെ അപകട സാധ്യത ഉണ്ടാകരുതെന്നാണ്. പിന്നെ ഹൈജീനൊക്കെ കൂടുതൽ നല്ലത് ആശുപത്രിയേക്കാളും വീടാണെന്ന് യൂറോപ്പിലൊക്കെ വല്ലാതെ ഇപ്പോൾ ഒരു ധാരണ പരന്നു വരികയും വീട്ടിൽ വെച്ച് പ്രസവിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ വീട്ടിൽ നിന്ന് ജനിക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ എവിടെ നിന്നാണ് ജനിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ജനിച്ചു. പ്രശാന്ത് എവിടെ നിന്ന് ജനിച്ചു? അന്ന് ഹോസ്പിറ്റലുണ്ടല്ലേ? എത്ര വയസ്സായി? 59. എൻ്റെ ഉണ്ടാവും. എൻ്റെ നാട്ടിൽ നമ്മുടെ ചെറുപ്പകാലത്തൊന്നും അങ്ങനെ ആശുപത്രിയിൽ പോകുന്ന ഒരു കാര്യമേ ഇല്ല. അപൂർവമായിട്ടേ പോകാറുള്ളൂ. കൃഷ്ണകുമാർ, നമ്മുടെ പഴയ കോയമ്പത്തൂർ ഫാർമസിയുടെ MD മരിച്ചുപോയി. പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ശിഷ്യൻ ആശുപത്രിയിൽ പോയിട്ട് വിളിച്ചു, പിന്നെ ചേട്ടാ കുഞ്ഞ് കഴുത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്, എന്ത് ചെയ്യണം? അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിൻ്റെ വൈദ്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കാത്തിരിക്കുക, കഴുത്ത് കുടുങ്ങിയാലേ തിരിച്ചു വരും. അവരെന്ത് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു, പ്രസവിച്ചു എന്ന് പറഞ്ഞു. അത് ഓരോ ആളുകളുടെ ധൈര്യവും അവർക്ക് അവരുടെ അതിലുള്ള വിശ്വാസവും പരിചയമൊക്കെയാണ്. അല്ലാതെ നമ്മൾ ഇന്ന സ്ഥലത്താവണം ആവണ്ട എന്ന് പറയാൻ നമ്മളാളല്ല. മതത്തിന് അതിൽ പ്രത്യേക നിയമമില്ല. എന്തായാലും അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന മതത്തിൽ നിയമം ഉണ്ട്. നമ്മൾ ഈ കോഴിക്കോട് ഒരു റീസെന്റ് ഒരു കപ്പിൾ കുട്ടി ഉണ്ടാവുകയും അവർക്ക് ബർത്ത് രജിസ്ട്രേഷൻ കിട്ടാതിരിക്കുകയും കുറെ വാർത്തകൾ വരികയൊക്കെ ചെയ്തു. വീട്ടിലെ ഡെലിവറി ആയിരുന്നു. അത് കുട്ടി പ്രഗ്നന്റ് ആണെന്ന് ഒരിക്കലും പുറത്ത് ആരെയും അറിയിച്ചിട്ടില്ല, ആശാ വർക്കർമാർക്ക് അറിയില്ല, കോർപ്പറേഷൻ അറിയില്ല. അങ്ങനെ ഒരു കുട്ടി ജനിക്കുകയും അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. അപ്പൊ കോർപ്പറേഷൻ ചോദിക്കുന്നത് അത് നിങ്ങളുടെ കുട്ടിയാണെന്നുള്ളതിന് എന്താ, ഒരു കോർപ്പറേഷനെ അറിയിക്കണമല്ലോ, ഒരു കുട്ടി ജനിച്ചാൽ അറിയിക്കണം, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണെങ്കിൽ അറിയിക്കണം. വന്ന് ചോദിക്കുമ്പോഴൊക്കെ അവരതൊരു രഹസ്യമാക്കി വെക്കുകയും പിന്നീട് കുട്ടി ഉണ്ടാവുകയും അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ അധികം കണ്ടുവരുന്നത് മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലാണ്. അതിൽ തന്നെ മതം എടുത്ത് പറയുകയാണെങ്കിൽ അതിൽ മുസ്ലിംസ് ആണ് കൂടുതലും ഇതിൽ വരുന്നതും. അപ്പൊ ഇങ്ങനൊരു ഈ ഒരു ട്രെൻഡ് കൂടിക്കൂടി വരിക ചെയ്യുന്നത്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? കൂടിക്കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ നോക്കണേ. കാരണം അതൊക്കെ സർവേയുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടതാ. മറ്റൊന്ന്, ഈ വീട്ടിൽ പ്രസവിക്കുന്നത് എത്രമാത്രം ഉണ്ട്, അതിൽ എത്ര സേഫായിട്ട് പ്രസവിക്കുന്നുണ്ട്, ആശുപത്രിയിൽ എത്രയുണ്ട്, അതിലെത്ര സേഫായിട്ട് പ്രസവിക്കുന്നുണ്ട്, അതൊക്കെ ഗവൺമെന്റ് കണക്ക് നോക്കി ഡേറ്റ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. IME ഒക്കെ പ്രസ് കോൺഫറൻസ് നടത്തുകയും ചെയ്തതാണ്. അതിലെന്താ പറഞ്ഞത്? ഈ വർഷം തന്നെ 3 കുട്ടികൾ സ്ത്രീകൾ മരിക്കുകയുണ്ടായി വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയിട്ട്. ആശുപത്രിയിൽ നിന്ന് എത്ര സ്ത്രീകൾ മരിച്ചു എന്ന് പറഞ്ഞോ? ആശുപത്രിയിൽ വെച്ചിട്ടും മരിക്കുന്നുണ്ട്. എത്ര മരിച്ചു? അത് പക്ഷെ നമ്മൾ വിളിച്ചു വരുത്തുന്ന മരണങ്ങളല്ല, കോംപ്ലിക്കേഷൻസ് അങ്ങനെയല്ല, നമ്മൾ ശ്രമിക്കാനായിട്ടൊന്നുമല്ല. ഞാൻ ഈ വാദത്തിന്റെ കൂടെ നിൽക്കുകയല്ല, ഞാൻ ഈ കോൺട്രവേഴ്സിയുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. നമ്മൾ അതാണ് ശരി ഇതല്ല ശരി എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. അത് അതിൻ്റെ ആളുകളാണ് പറയേണ്ടത്. ഒരു സ്ത്രീ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് അതിലൊരു റൈറ്റ് ഉണ്ടാവുമല്ലോ, എവിടെ പ്രസവിക്കണം വേണ്ട എന്നുള്ളതിനെ പറ്റിയിട്ട് സ്ത്രീക്ക് റൈറ്റ് ഉണ്ടാവും. അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. സ്ത്രീ പറയാണ് എനിക്ക് വീട്ടിലാണ് പ്രസവിക്കേണ്ടത് എങ്കിലും ഭർത്താവിനും കുടുംബത്തിനും നിർബന്ധിക്കാം, വീട്ടിൽ പ്രസവിച്ചാൽ അത് സുരക്ഷിതമല്ല. തിരിച്ചു ആവാലോ, ഒരു സ്ത്രീക്ക് ആശുപത്രിയിൽ പ്രസവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാരുടെ കേസസ് ആണ് നമ്മൾ 1-2 കേസ് ഇത്തവണ കണ്ടത്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പെണ്ണിൻ്റെ താല്പര്യമാണ് ആ വിഷയത്തിൽ പരിഗണിക്കേണ്ടത്. അങ്ങനെ പിന്നെ ഈ വാർത്തകൾ പറയുമ്പോഴേ, ഇപ്പം മരിച്ച പെണ്ണ് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ആരാ പറഞ്ഞത്? മരിച്ചതിന് ശേഷം അവൾ പറഞ്ഞതാണോ
അല്ലെങ്കിൽ അത് കേട്ട് വേറെ ആരെങ്കിലും പറഞ്ഞതാണോ, ഇതൊന്നും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയ വാർത്തകൾക്ക് അങ്ങനെ ഒരു എൻഡ് ഉണ്ടാവില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സമസ്ത മുമ്പ് പഴയ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു, സ്ത്രീകള് എഴുത്ത് പഠിക്കേണ്ടതില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പം പേനയും കടലാസും ഇല്ലാത്ത കാലത്തായിരിക്കും. പേനയും കടലാസും ഇല്ലാത്ത കാലത്ത് എഴുതാൻ പറ്റില്ലല്ലോ. അല്ല, എഴുത്ത് പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നതേ അത് സമസ്ത മാത്രമല്ല. ഇവിടെ നമ്മൾ ഹിന്ദു സമൂഹത്തിലോ ക്രിസ്ത്യാനികളിലോ നോക്കിയാൽ ആ കാലത്ത് പെണ്ണുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു നോക്കണം. അതൊരു സാമൂഹ്യ പശ്ചാത്തലവും അന്നത്തെ അവസ്ഥയുമാണ്. ഗ്രാജ്വൽ ഗ്രോത്താണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ കേരളത്തിൽ മലയാളത്തിന് അക്ഷരം ഉണ്ടാകുന്നതിന് മുമ്പേ അക്ഷരം ഉണ്ടാക്കിയവരാണല്ലോ മുസ്ലിങ്ങൾ. അറബി അക്ഷരം ഉപയോഗിച്ച് മലയാളം എഴുതിയില്ലേ? വേറെ ഏതെങ്കിലും ഭാഷയിൽ അങ്ങനെ മലയാളം എഴുതിയിട്ടില്ല. മോർ ദാൻ 1000 ബുക്സ് ഉണ്ട് അറബി മലയാളത്തിൽ എഴുതിയ. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ മോർ ദാൻ 1000 ബുക്സ് ഉണ്ട്. ഞങ്ങളൊക്കെ ആ ഭാഷ ഉപയോഗിച്ചാണ് പഠിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ബ്രിട്ടീഷ് ലൈബ്രറിയുടെ പ്രതിനിധികൾ 1-ാം തീയതി മർക്കസ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ഞാൻ ഈ ഒരു കാണാൻ വേണ്ടി മാത്രം അവിടെ 2 പ്രാവശ്യം പോയിരുന്നു. അതിൽ 6000 പേജുള്ള ബോട്ടണിയുടെ പുസ്തകമുണ്ട്. 500 പേജുള്ള 12 വോളിയം കേരളത്തിൻ്റെ ബോട്ടണിയാണ്. കേരളത്തിൻ്റെ ബോട്ടണിയിൽ അതിനുശേഷം ഒരു പുസ്തകം മാത്രമേ വന്നിട്ടുള്ളൂ. അതെന്തായാലും നമുക്കൊന്ന് കിട്ടണമെന്ന് അലീഗറിലെ ഫോമർ VC എന്നോട് പറഞ്ഞു. ഞാൻ അതിനുവേണ്ടിയാണ് പോയത്. രസം എന്ന് പറഞ്ഞാൽ അവിടെ ഈ അറബി മലയാളത്തിൻ്റെ റിസർച്ച് ചെയ്യുന്നത് ഒരു ശ്രീലങ്കക്കാരി തമിഴ് വംശജയാണ്, മറ്റൊരു അൾജീരിയക്കാരിയാണ്. അപ്പോൾ അവർക്കിത് മനസ്സിലാക്കാനും വായിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മർക്കസ് യൂണിവേഴ്സിറ്റിയിലെ മലൈബാർ ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഞങ്ങളതുമായി കൊലാബറേറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അറബി മലയാള ഭാഷയിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, ബോട്ടണി ഉണ്ട്, ബയോളജി ഉണ്ട്, എല്ലാ സയൻസും അക്കാലഘട്ടത്തിലേ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് സ്ത്രീകളും പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മയൊക്കെ അന്ന് കാലത്തെ വായിക്കുന്നതാണ്, എൻ്റെ വല്യമ്മ വായിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു നിയമം പാസ്സാക്കിയാൽ ഇന്ന് കടകൾ തുറക്കാൻ പാടില്ല എന്നുള്ളത് ഇന്നങ്ങ് ഒഴിവാക്കിയാൽ കടകൾ തുറക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ കൊച്ചിയിൽ പണ്ട് കടകൾ തുറക്കാൻ പാടില്ല എന്ന് വിജ്ഞാപനം വന്നിരുന്നു എന്ന് പറയുന്ന പോലെയാണ് ഓരോ സാഹചര്യത്തിനനുസരിച്ചുണ്ടാകുന്ന പ്രത്യേക നിയമങ്ങളെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പൊരുൾ അതാണ്. ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസപരമായി നല്ലോണം മുന്നോട്ട് പോയിട്ടുണ്ട്. മറ്റുള്ളവരും പോയിട്ടുണ്ട്. നേരത്തെ തീരെ പഠിക്കാതിരുന്ന അന്തർജനങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുസ്ലിങ്ങളും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, മുജാഹിദുകൾ പറയുന്നത് അവരാണ് സ്ത്രീ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്, പിന്നെ സുന്നികൾ അതിനെ ഫോളോ ചെയ്യുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. മുജാഹിദുകളാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസത്തിനെതിരെ നിന്നത്. അവർ അധോധിഷ്ണുക്കളാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ നവോത്ഥാനം ഉണ്ടാക്കിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമും ആ കുടുംബവുമാണല്ലോ, നമുക്കറിയാം. പിന്നെ അതിനുശേഷം ഇവിടെ സമസ്തയുടെ കീഴിലാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായത്. ഇപ്പോൾ 300 ചില്ലാനം സ്കൂളുകളുണ്ട് നമ്മുടെ അസോസിയേഷന് കീഴിൽ മാത്രമായിട്ട്. അതുപോലെ കോളേജുകളുണ്ട്. ഇപ്പം നോളജ് സിറ്റി വന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം അത് ഈ 35 രാഷ്ട്രങ്ങളിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദൊക്കെ അമിത്ഷായെ പോയി കാണുന്നു, നരേന്ദ്രമോദിയെ കാണുന്നു, പിണറായിയെ കാണുന്നു, അതെ അതെ, ഉമ്മൻചാണ്ടിയെ കാണുന്നു. അല്ല, ആ രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത് അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്ന രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ആരെയും ശത്രുക്കളായി കാണുന്നില്ല. അല്ല, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരെയും ശത്രുക്കളായി കാണാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ ഈ ഭരണാധികാരികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? ഭരണാധികാരികളോട് എന്നും നല്ല സമീപനമാണ് ഇസ്ലാമിക ഒരു രീതിയിൽ കാത്തു സൂക്ഷിച്ചു പോരുന്നത്. ഇപ്പോൾ കേരളത്തിൽ പിണറായി ഭരിക്കുന്ന കേരളത്തിലെ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയല്ലേ വരിക? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? അത് ഔദ്യോഗികതയും മറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭരണാധികാരി ആയാൽ എല്ലാവരുടെയും ഭരണാധികാരിയല്ലേ. അപ്പം ഞാൻ ഈ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നില്ല എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ? BJP മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്നു എന്നും പല രീതിയിലും പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു നാരറ്റീവ് ഉണ്ട്. അത് ശരിയാണോ?
അല്ല, രാഷ്ട്രീയത്തിൽ പല ഭരണകൂടവും പല കാലത്തും പല സമുദായത്തെയും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ അങ്ങനെയല്ല, അതാത് കാലത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കുക. അതിലേത് ഭരണകൂടത്തിൽ നിന്ന് അത്തരത്തിലുള്ള നിലപാടുകളുണ്ടായാലും അതിനെ സമസ്ത എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തോട്, അല്ലെങ്കിൽ മതത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പേരിൽ അങ്ങനെ ഒരു വിഭാഗത്തെ പരിഗണിക്കുക, മറ്റൊരു വിഭാഗത്തെ പരിഗണിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു ആശയത്തോട് ഞങ്ങൾക്ക് ഒരു കാലത്തും യോജിപ്പില്ല. അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കുകയും ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ട് ഭരണകൂടങ്ങളുമായി യാതൊരു നിലക്കുള്ള ബന്ധവും പാടില്ല എന്നുള്ളൊരാശയം ഞങ്ങൾക്കില്ല. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ നിലപാട് ഇതിന് ഘടകവിരുദ്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയൊരു ചർച്ച ചെയ്യാൻ മാത്രമുള്ളൊരു സാധനം അല്ല. കേരള മുസ്ലിങ്ങളിൽ 1% വരാത്ത ഒരു ഓർഗനൈസേഷനാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനെങ്ങനെ 40 പ്രാവശ്യം പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് അവർ നമ്പറിൽ വളരെ കുറവാണെങ്കിലും അവരാണ് ഇന്നത്തെ കേരളത്തിന്റെ ഒരു മുസ്ലിം സമുദായത്തിന്റെ ശബ്ദമായിട്ട് പുറമെ നിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നത്. പല പൊതുബോധവും പൊതുവായ പല ചിന്തകളുണ്ട്. അതാണ് മാറ്റേണ്ടത്. അപ്പം അതിന് സ്റ്റഡി നടക്കണം, പഠിക്കണം. പ്രശാന്ത് ജിക്ക വിഷയത്തെ ആഴത്ത് പഠിച്ച ആളാണെന്ന് എനിക്കറിയാം. ജമാഅത്ത് ഇസ്ലാമിക്ക് അപ്പം മുസ്ലിം സമുദായത്തിൽ യാതൊരു റെലവൻസും ഇല്ലാന്ന് തന്നെയാണോ? അവരുടെ സംഘടനയിലുണ്ട്, അവരുടെ ആളുകളിലും ഉണ്ട്. അതല്ല, ഈ ഇപ്പോഴ് പഴയതുപോലെയല്ല ജമാഅത്തിന്റെ ആശയം. അതിപ്പോ നമ്മുടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, മുസ്ലിം എന്ന പേരുകൾ മാത്രം കൊണ്ട് വിശ്വാസിയാവണമെന്നില്ല എങ്കിൽ പോലും പീഡിപ്പിക്കപ്പെടും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ സ്വത്ത് രാഷ്ട്രീയം എന്നുള്ളത് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റൻസ് കിട്ടുന്നു. അപ്പോൾ മുസ്ലിം ആയതിൻ്റെ പേരിലാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ, നമ്മുടെ ആലയങ്ങളാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ, വഖഫ് സ്വത്ത് തട്ടിയിട്ടപ്പെടുന്നെങ്കിൽ, CAA പ്രശ്നങ്ങൾ വരും. അപ്പം ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള വാദത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ വാദത്തിന് വലിയ കറൻസി കിട്ടും. ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വന്നതിന് ശേഷമാണോ, അതിനു മുമ്പ് നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചപ്പോഴാണോ ഈ പറയുന്ന രീതിയിലുള്ള പീഡനങ്ങളോ എതിർപ്പുകളോ ഉണ്ടായത് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അന്നൊരു പ്രശ്നവുമില്ല. അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്നാണല്ലോ പോർച്ചുഗീസുകാരനെ ഇവിടുന്ന് ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സുന്നി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ മതക്കാരുമായും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിതം നയിച്ചൊരു കാലത്ത് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് അജ്മീർ ഖാജ മുഖേനയാണ്. അജ്മീർ ഖാജയോട് അജ്മീറിലെ തന്നെ ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ ഇന്നും വിയോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേർച്ചകളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചോറ് വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവരാണ് വരുന്നത്. മാത്രമല്ല അജ്മീറിലെ ചെമ്പിൽ ഇപ്പോഴും നോൺ വെജ് വേവിക്കില്ല മറ്റുള്ളവരെ പരിഗണിച്ചിട്ട്. അങ്ങനെയുള്ള സൗഹാർദ്ദമാണ് ഇവിടെ നിലനിന്നത്. മമ്പ്രം തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നല്ല സമരം നയിച്ച ആളാണ്. മമ്പ്രം തങ്ങളുടെ സെക്രട്ടറി കോന്തു നായരായിരുന്നു. ഉമർ ഖാദി നികുതി നിഷേധ പ്രസ്ഥാനം ഗാന്ധിജിയുടെ മുമ്പ് ഇവിടെ കൊണ്ടുവന്ന ആളാണ്. ഉമർ ഖാദിയുടെ സെക്രട്ടറി ചോയി ആയിരുന്നു. അഗ്രികൾച്ചറൽ സംവിധാനത്തിൻ്റെ ചോയ്ക്ക് 3 ഏക്കർ സ്ഥലം മൂപ്പര് പതിച്ചു നൽകിയിട്ടുണ്ട്. കുഞ്ഞായൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ തലശ്ശേരിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മങ്ങാട്ടച്ചനായിരുന്നു. പിന്നെ കോഴിക്കോട്ടെ ഷെയ്ഖ് ജിഫ്രി, അദ്ദേഹത്തിൻ്റെ ആശീർവാദമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ഷെയ്ഖ് ജിഫ്രി എന്താണ് ഉപഹാരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. മാനവിക്രമൻ ചക്രവർത്തിയായ സാമൂതിരിയാണെന്ന് ഭൂമി കൊടുത്തത്. അപ്പോൾ എല്ലാ മതക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ജീവിതത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ പൂർവ്വകാല പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. അതാണ് നേർച്ചകളെന്ന് പറയുന്ന കൾച്ചറൽ പ്രോഗ്രാം അതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. ഈ നേർച്ചകൾ ഇല്ലാതാക്കാനാണ് നിങ്ങൾ പറഞ്ഞ കക്ഷികൾ നേർച്ചകൾ വേണ്ട പോലുള്ള വിഷയങ്ങൾ പറയുന്നത്. അതിലൂടെയാണ് ഈ അകൽച്ചയുണ്ടാകുന്നത്. പരസ്പരം കാണാനും അറിയാനും തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ വാപ്പയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് വിശ്വാസപൂർവ്വത്തിൽ. എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കാണുന്നത് പരിസരത്തുള്ള മറ്റു മതക്കാരായ ആളുകൾ വന്നിട്ട് ജോലി ചെയ്യുന്നതാണ്. അത് കണ്ടാണ് നമ്മൾ വളരുന്നത്. ഓണവും വിഷുവൊക്കെ വരുമ്പോൾ എൻ്റെ ഉമ്മ പത്തിരിപ്പൊടിയും മറ്റുമൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കും.
അവർ ചിലപ്പോൾ ചില കാണിക്ക ഇങ്ങോട്ട് കൊണ്ടുവരും. കാണിക്കുക എന്നുള്ള മലയാളത്തിലുള്ള പ്രയോഗം കേട്ടോ, നമ്മളങ്ങനെ കാണുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദം നിലനിർത്തി പോവുകയാണ് വേണ്ടത്. ഈ ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്നത് പേടിയുള്ള ആളുകളാണ്. കാരണം എല്ലാവരും കൂടെ നിൽക്കും, നടുക്ക് പോയി നിൽക്കാം. കാരണം അവർ കുറച്ചല്ലേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഓരോരുത്തരും അവരവരുടെ ദിശയിൽ തന്നെ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വന്നതിന് ശേഷമാണ് ഈ മതസ്പർദ്ധ കൂടിയതെന്നാണ് ഉസ്താദ് ഉദ്ദേശിക്കുന്നത്? ഈ സൗഹാർദ്ദത്തിന് മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്ന നേർച്ചകളും അതുപോലെയുള്ള മുസ്ലിം ആഘോഷങ്ങളും ഒക്കെ നിലനിന്നതിനെ നിരാകരിച്ചുകൊണ്ട് അത് പാടില്ല എന്നൊക്കെ പറയുന്ന ഈ പുത്തനാശയക്കാരുടെ രംഗപ്രവേശം സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ വേറിട്ട് നിൽക്കണം, ഐത്തവും തീണ്ടലും ഒക്കെ അതല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന് അതില്ലല്ലോ. പക്ഷെ എന്നിട്ടും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് ഇത്ര അപ്പർ ഹാൻഡ് കിട്ടുന്നത് എങ്ങനെയെന്നുള്ളതാണ്. എവിടെയാണ് അപ്പർ ഹാൻഡ് കിട്ടിയത്? മുസ്ലിം ലീഗിനെ കുറിച്ച് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആരോപണം, CPM ഒക്കെ ഉന്നയിക്കുന്ന ആരോപണം, മുസ്ലിം ലീഗ് എന്ന സംഘടന ജമാഅത്ത് ഇസ്ലാമിയ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഐഡിയോളജിക്കൽ ലെവലിൽ അവരെ സ്വാധീനിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നുള്ളത്. മുസ്ലിം ലീഗിനെ പറ്റി കൂടുതൽ അടുത്തറിയുന്നത് EK സമസ്തക്കാർക്കാണ്. അവരോട് ചോദിച്ചാൽ കൂടുതൽ നന്നായി അറിയാൻ കഴിയും. ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ തീരെ ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ട് അതങ്ങനെ കൂടുതൽ പരമ്പരാഗത ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പൊ സുന്നികൾ തന്നെ വിഘടിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ 4 സുന്നികളുണ്ടല്ലോ. അപ്പോൾ 4 സംഘടനകളുണ്ട്. ആ സംഘടനകൾ യോജിക്കുന്നതിൽ എന്തെങ്കിലും യോജിച്ച് പ്രവർത്തിക്കുന്ന ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് അല്ല, ഇവിടെ എറണാകുളത്ത് തന്നെ ഒരുമിച്ച് സമ്മേളനം നടക്കുന്നുണ്ട്. ഈ സുന്നികൾ ലയിക്കുക എന്നൊരു പ്രോസസ്സ് ഇത് സാധ്യമാണ്? അത് അത്ര അത്യാവശ്യമൊന്നുമല്ല, അസാധ്യവും അല്ല. അല്ല, ഈ അതിന്റെ പ്രശ്നം ഈ പരമ്പരാഗത ഇസ്ലാം നേരത്തെ പറഞ്ഞ പോലുള്ള ഈ സിങ്കററ്റിക് ഇസ്ലാം ഉണ്ടല്ലോ. അല്ല, പരമ്പരാഗത ഇസ്ലാമിൽ തന്നെയാണല്ലോ മദ്ഹബുകൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നയങ്ങളും പോളിസിയൊക്കെ ഉണ്ടാവാം. അത് സംഘടനാപരമായ വിഷയങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തിലോ മറ്റൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒന്നിൽ കൂടുതൽ സംഘടന എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, മുസ്ലിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നവർ തന്നെ അതിലൊരു വിഭാഗം സുന്നികൾ ഒന്നിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, സുന്നികൾ ബഹുദൈവ വിശ്വാസികളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് എന്നാണല്ലോ മുജാഹിദ് പറയുന്നത്. അടിസ്ഥാനപരമായ അതല്ല. അപ്പൊ ഈ രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യം കാണുന്നുണ്ടോ? എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണമെന്ന് പറയും. അതെ, അപ്പൊ അത് രാഷ്ട്രീയ താല്പര്യമാണ്. സുന്നികൾ വേറെയാണ് എന്ന് പറയുന്നത് അവരുടെ വേറിട്ടൊരു താല്പര്യവും ആണ് എന്ന് വെക്കണം. അല്ല, ഈ സുന്നികൾ തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള ഒരു സാധ്യത? അല്ല, സുന്നികൾ ഇപ്പോൾ വളരെ അടുത്തിട്ടാണുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം മംഗലാപുരത്ത് വലിയൊരു കോൺഫറൻസ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു. അതിൽ സുന്നികളെല്ലാം യോജിച്ചുകൊണ്ടാണ് നടന്നത്. അതുപോലെ എറണാകുളത്ത് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ സുന്നികൾ സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. സുന്നികൾക്കിടയിൽ അങ്ങനെയുള്ള തർക്കങ്ങൾ ഇപ്പോഴില്ല. പിന്നെ ഏതെങ്കിലും ചെറിയ മസലകളിലൊക്കെ തർക്കങ്ങളുണ്ടാകാം, അത് കുഴപ്പമില്ലാത്തതാണ്, ശാഖാപരമായ വിഷയങ്ങൾ. അപ്പോൾ ഇതേപോലെയാണ് ഈ എക്സ് മുസ്ലിം ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെതിരെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്ന ചില ഐഡിയകളുണ്ട്, വളരെ അങ്ങ് അവിടെ നിന്ന് ഇടുന്നുള്ള. അപ്പൊ എങ്ങനെയാണ് അവരെ നേരിടുക, എല്ലാവരെ അവരെ സമീപിക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്വീപ്പർ ജോലി പോയാൽ എക്സ് സ്വീപ്പർ എന്ന് പറയാറുണ്ടോ? ഇല്ല. മിനിസ്റ്റർ ആണെങ്കിലോ എക്സ് മിനിസ്റ്റർ എന്ന് പറയും. കാരണം അടുത്ത തസ്തിക വയ്ക്കാനില്ലെങ്കിൽ മിനിസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഇസ്ലാം റെലവൻ്റ് ആണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് എക്സ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ പേര് പറയാതിരിക്കാനുള്ളതാവും വേണ്ടത്. അപ്പോൾ ആ ഏറ്റവും റെലവൻ്റായ ഒരു സാധനത്തിൽ നിന്നാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോഴേ ആ എക്സുകാരൻ്റെ അടിത്തറ തന്നെ ഉള്ളൂ എന്നതാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ലിബറലിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോഴേ ഈ ലിബറലിസ്റ്റ് ആശയം നമ്മുടെ നാട്ടിന് വലിയ അപകടമാണ്. ഒന്നാണിതെല്ലാം. ലിബറൽ എന്ന് പറയുന്നത് ഐഡിയോളജിയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി,
കമ്മ്യൂണിസം എന്ന ഐഡിയോളജി ലിബറലിസ്റ്റ് ഐഡിയോളജിയുടെ ഒരു മുഖമാണ് എക്സ് മുസ്ലിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോൺ മുസ്ലിം ആണല്ലോ എല്ലാവരും. മുസ്ലിം അല്ലാത്ത എല്ലാവരും നോൺ മുസ്ലിം അല്ലേ? എക്സ് മുസ്ലിമും നോൺ മുസ്ലിം അല്ലേ? വെജും നോൺ വെജും പോലെയല്ലേ അത്? നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലിബറൽ ഹ്യൂമനിസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ലിബറലിസം ഏതാണ്? അതല്ല ഇന്നത്തെ ലിബറലിസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് യാതൊരു അച്ചടക്കവും പാടില്ല, ആർക്കും വിധേയപ്പെടാൻ പാടില്ല, എവിടെയും നിയന്ത്രിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നൊരാശയം. ഇപ്പോൾ കുട്ടികൾക്കിടയിൽ അവർക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ 3 ആൾ ഒരേ ബൈക്കിൽ അതിവേഗത്തിൽ പോകുമ്പോൾ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതാണ് ലിബറലിസം എന്നാണ് മനസ്സിലാക്കി. അതാണ് ലിബറലിസം. അപ്പം ഞാൻ പറഞ്ഞു, മയക്കുമരുന്ന് കൊണ്ട് ഇപ്പോൾ ഈ നാട്ടിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഇതൊക്കെ ഈ ആശയത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ആളുണ്ടായിരുന്നു. വാപ്പ മക്കളെ നിയന്ത്രിക്കാൻ പാടില്ല, മുതിർന്നവർ ചെറിയ ആളുകളെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് പറയുന്ന അരാജകത്വം വരുന്നതോടുകൂടി മയക്കുമരുന്നും മദ്യവും അത്തരം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. അത് ഉണ്ടാകരുതല്ലോ. അപ്പോൾ അത്തരം ആശയങ്ങളാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്. അതിനെയാണ് നിയന്ത്രിക്കേണ്ടത്. ഇപ്പോൾ CA വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ വഖഫ് ഭേദഗതി, ഇതിലൊക്കെ ആദ്യമായിട്ട് ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുന്നത് ഒന്നില്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുജാഹിദ് സംഘടനകളാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആശങ്കയുള്ള ഒരു മുസ്ലിം സമൂഹത്തിന് അവരാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവും. നമ്മൾ തീരുമാനങ്ങൾ സമരം ചെയ്താലേ ഒന്ന് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നും ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു വിഷയമാണ് എന്നും വരുത്തി തീർത്ത് ആ വകയിലെങ്കിലും കുറച്ച് ആളുകളെ കൂട്ടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. ഇതൊരു രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ്, ഭരണഘടനയുടെ പ്രശ്നമാണ്. അത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യേണ്ടതല്ല. ഒരിക്കലും മുസ്ലിങ്ങൾ മാത്രം വേറിട്ടുകൊണ്ട് സമരം ചെയ്യാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ ആശയം. ഞങ്ങൾ ആ വിഷയത്തിൽ സെമിനാറുകളും സിമ്പോസിയങ്ങളൊക്കെ നടത്തും, ആശയം പറയാൻ വേണ്ടി. എന്നല്ലാതെ ഒരിക്കലും ഒരു സമരം ഇത്തരം വിഷയങ്ങളിൽ വേറിട്ട് നടത്തുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ആ ഒരു ചാൻസ് അവർ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ഫോട്ടോ കാണിച്ചിട്ട് അതൊക്കെ വലിയ അപകടമല്ലേ? ഇഖ്വാനിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നതിനെ ഞങ്ങളിപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ബേസ് എന്ന് പറയുന്നതിന് തുല്യമാണത്. കാശ്മീരിലെ സംഭവം നടന്നല്ലോ. അവിടുന്ന് കുറെ മുമ്പ് കാശ്മീരിലെ കുട്ടികളെ മർക്കസിൽ കൊണ്ടുപോയി പഠിപ്പിക്കുക. എങ്ങനെയായിരുന്നു ആ സംഭവം നടന്നത്? അത് കശ്മീർ ഭൂമിയിലെ സ്വർഗമാണെന്ന് പറയുമല്ലോ. അത് കാണാനുള്ളൊരാഗ്രഹം എനിക്കും വല്ലാതെ ഉണ്ടായിരുന്നു. കശ്മീരി കുട്ടികൾ ഒറ്റപ്പെട്ട് മർക്കസ് പഠിക്കാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും, അവർ പറയും ഉസ്താദിന് ഒരു മകനേ ഉള്ളൂ, ഞങ്ങൾ കൊണ്ടുപോകില്ല. അപ്പോൾ ഒരിക്കലും ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരാൾ നിർബന്ധിച്ച് കൊണ്ടുപോയി. ചെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇവിടുന്ന് കേൾക്കുന്നൊന്നും അവിടെ ഇല്ല. പക്ഷെ ഞാൻ പോയ അന്ന് മുതൽ ഇങ്ങോട്ട് ഒരുപാട് പുരോഗതിയാണ് കേട്ടോ. അന്ന് മുട്ടിന് പരിശോധന ഉണ്ടാകും, രാത്രി വണ്ടി ഓട്ടാൻ പറ്റൂല, പോവുകയാണെങ്കിൽ പിന്നെ ലൈറ്റ് ഇട്ട് പോകണതൊക്കെ ഉണ്ട്. ഏത് വർഷത്തെ കാര്യം? ബിഫോർ 20 years. അപ്പോൾ അന്ന് ഞങ്ങൾ പോയ സമയത്ത് കശ്മീരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ താല്പര്യം. ഒരു ഓർഫനേജും ഒരു സ്കൂളൊക്കെ. അന്നത്തെ ചീഫ് മിനിസ്റ്റർ മുഫ്തി മുഹമ്മദ് സയ്യിദിനെ കണ്ടു, ഈ ആശയം പറഞ്ഞു. മുഫ്തി പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയാലും അത് തുടങ്ങി വരുമ്പോഴേക്ക് 2-3 വർഷം എടുക്കും. കേരളത്തെ പോലെയല്ല, മറ്റ് സ്റ്റേറ്റ് പോലെയൊന്നും അല്ല. തൽക്കാലം ഞാൻ കുറച്ച് ഓർഫൻസിനെ തരാം, അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഉസ്താദ് ഇങ്ങനെ നോക്കി. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 100 കുട്ടികളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 100 കുട്ടികളെ അവർ അനൗൺസ് ചെയ്തു. 300 ചില്ലാനും കുട്ടികൾ ട്രെയിനിൽ 3.5 ബോഗിയിലാണ് നിറച്ചു വന്നത്. മർക്കസിൽ ഒരു കെട്ടിടത്തിൽ നിന്ന് കുട്ടികളെ പള്ളിയിലേക്ക് താമസിപ്പിച്ചു. ആ കെട്ടിടം അവർക്ക് ഒഴിഞ്ഞു കൊടുത്തു, അവരവിടെ താമസിച്ചു. ആ കുട്ടികൾക്ക് തീരെ അച്ചടക്കം, ഒരു ജീവിതശൈലിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ നാടിൻ്റെ വ്യത്യാസമാണ്. അവിടെ എല്ലാ സ്ഥലത്തും പുൽത്തകിടുകളായിരിക്കും, എവിടെയും ചെന്നിരിക്കും. ഇവിടെ വന്ന് അതുപോലെ അവരിരുന്ന ചെളിയാകും, ആ ചെളിയായിട്ട് പോയിട്ട് കിടന്നുറങ്ങും. പക്ഷെ 4 മാസം കഴിഞ്ഞ് മുഫ്തി തന്നെ വന്നു ഇവിടെ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. അന്ന് ഈ കുട്ടികൾ നല്ല യൂണിഫോം ധരിച്ച് ഡ്രില്ലൊക്കെ ചെയ്ത് സ്കൗട്ട് അവർ പരേഡൊക്കെ നടത്തിയപ്പോൾ മുഫ്തി തന്നെ അത്ഭുതപ്പെട്ടു. ആ കുട്ടികൾ
പോയിട്ട് ഇപ്പോൾ 1000-ഓളം കശ്മീരി കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു ഈ വിഷയങ്ങളുണ്ടായതിന് ശേഷം. കശ്മീരികൾ പറയുന്നത് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു സംഭവം ഉണ്ടായിട്ട് അവിടെ ഒരു ഭീകരാന്തരീക്ഷമൊന്നുമില്ല. ഇത് 30 വർഷമായിട്ട് അനുഭവിക്കുന്നതല്ലേ, അത് യൂസ്ഡ് ആയി പോയിട്ടുണ്ട് ആളുകൾക്ക്. അത് അവിടെ നമ്മളിവിടുന്ന് കേൾക്കുമ്പോൾ കശ്മീരിലാണ്, കശ്മീരികൾക്ക് പഹൽഗാമിലാണ്, പഹൽഗാമിൽ പോയാൽ അത് ഇന്ന മലയുടെ മുകളിലാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ അത് ഇഷ്യൂ ഉണ്ടാവും. തിരിച്ച് ഇവിടെ അങ്ങനെ തന്നെ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ ഇങ്ങോട്ട് വരാത്ത ആളുകളുണ്ട്. കേരളത്തിൽ നിന്നാണല്ലോ കേൾക്കുക. വയനാട്ടുകാർ തന്നെ അതൊരു കുഗ്രാമമായിട്ടാണല്ലോ അതിനെ കാണുക. ആ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അവിടെ തിരിച്ചു ചെന്ന് അവർ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 30 സ്കൂൾ ഞങ്ങളുടെ കീഴിൽ കശ്മീർ വാലിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അന്ന് വന്ന കുട്ടികൾ ഡോക്ടർമാരുണ്ട്, എൻജിനീയേഴ്സുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കലോത്സവങ്ങളിൽ സ്ഥിരമായി ഇവർ ഈ ബോക്സിങ്ങിലും അതുപോലെ ഉറുദു സാഹിത്യത്തിലും ഇവരാണ് എപ്പോഴും ഫസ്റ്റും സെക്കൻഡൊക്കെ വാങ്ങുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ PG റാങ്ക് വാങ്ങി ഉറുദു സാഹിത്യത്തിൽ. അങ്ങനെ കശ്മീരിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ നേർച്ച എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ കൾച്ചർ അസിമുലേറ്റ് ചെയ്തതല്ലേ. അപ്പോൾ പക്ഷേ എന്നാലും ചില മന്ത്രിമാരൊക്കെ വിളക്ക് കത്തിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കും. അങ്ങനെ എന്തെങ്കിലും? അല്ല, ഈ കൾച്ചർ എന്ന് പറയുന്നത് ഒരു മതത്തിന് വിവിധ നാടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള രീതിയാണ് മുസ്ലിങ്ങൾ എപ്പോഴും പിന്തുടർന്നത്. എന്ന് വെച്ചിട്ട് മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങളെ മുസ്ലിങ്ങൾ എടുക്കില്ല. മുസ്ലിം മതാചാരങ്ങളെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കില്ല. കൾച്ചറൽ പ്രോഗ്രാമുകളിലാണ് മിംഗ്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണല്ലോ ഈ ക്രിസ്മസും ഓണവും പെരുന്നാളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ. ബലിയർപ്പിക്കാൻ ബലിപെരുന്നാളിന് കുർബാനി ചെയ്യിക്കുന്നത് ഹിന്ദുക്കളെ കൊണ്ട് ചെയ്യിക്കണം, അവരും പോത്തിനറക്കട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കൊണ്ടും ചെയ്യിക്കണം എന്ന് പറയുന്നൊരാശയത്തോട് നമുക്ക് യോജിപ്പില്ല. ക്രിസ്മസ് ക്രിസ്ത്യാനി നടത്തുക, ക്രിസ്മസിനനുബന്ധിച്ചൊരു ഒരു സ്കൂളിൽ ഒരു സദ്യ ഉണ്ടാക്കിയാൽ അതല്ല. ക്രിസ്മസ് എന്ന് പറയുന്ന അവരുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ അത് അവർക്കുള്ളതാണ്. ഓണവുമായി ബന്ധപ്പെട്ട് അത് എറണാകുളം എവിടെ നിന്നാണ് ഓണം ഉണ്ടായെന്ന് പറഞ്ഞാൽ തൃക്കാക്കര അമ്പലം. അത് ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ അയൽവാസികളൊക്കെ നടത്താറുണ്ട്. നായന്മാരുണ്ട്, അതുപോലെ മറ്റു മതക്കാർ, താഴ്ന്ന ജാതിക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ നടത്താറുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം വീടുകളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കുന്നത് അവർ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണ്. വിളക്ക് കത്തിക്കുന്നതിനെക്കുറിച്ച്, വിളക്ക് യഥാർത്ഥത്തിൽ അത് ഹിന്ദു ആചാരത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ് ശിവൻ്റെയും പാർവതിയുടെയും സംഗമത്തിൻ്റെ ഒരു നിദർശനമാണ്. അതാണ് ഈ നിലവിളക്കെന്ന് പറയുന്നത്. അത് മതവിശ്വാസിയല്ലാത്ത കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നത് തന്നെ ആ മതത്തിനാണ് അതിൻ്റെ ദോഷം, മുസ്ലിമിൻ്റെ മാത്രം കാര്യമല്ല അത്. അപ്പം അങ്ങനെയുള്ള ആചാരങ്ങൾ കേരളത്തിൽ പൊതുവെ മതാചാരങ്ങൾ സർക്കാർ കാര്യങ്ങളിൽ കൊണ്ടുവരുന്നത് കുറവാണ്. കർണാടകയിലും മറ്റൊക്കെ ചെന്നാൽ ഓരോരുത്തരുടെ ഓഫീസിൽ അവൻ്റെ മതം ഉണ്ടാകും, അവരവരുടെ സർക്കാർ വണ്ടികളിലും അവരവരുടെ മതം ഉണ്ടാകും. അവിടെ സർക്കാർ കാര്യങ്ങളിൽ മതേതര സ്വഭാവമാണ് വേണ്ടത്. കേരളത്തിൽ അത് ഉണ്ടെന്നാണ്. കേരളത്തിൽ ഇല്ലയെന്ന് ഞാൻ പറയാം. കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു നിലവിളക്കിൻ്റെ ഒരു വിഷയം മാത്രമേ ചിലപ്പോൾ, അതും വേറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ വിവാദമായിരുന്നു. കേരളത്തിൽ മതേതരമായൊരു ജീവിതശൈലിയാണ് പൊളിറ്റിക്സിൽ പൊതുവേ ഉള്ളത്. മുസ്ലിം നിസ്കരിക്കാൻ പോകും, അത് രാഷ്ട്രീയമല്ലല്ലോ. ഹിന്ദു അമ്പലത്തിൽ പോകുന്നവർ അത് അവരുടെ മതമാണത്. അതിന് കേരളത്തില് 30% ഏകദേശം വരുമല്ലോ ജനസംഖ്യ, പുതിയ വന്നിട്ടില്ലെങ്കിലും കണക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ കേരളത്തില് എങ്കിലും ഈ ഇസ്ലാമിനെ കുറിച്ച് അടിസ്ഥാനപരമായ ധാരണ തിരുത്തണം, പൊതുസമൂഹത്തിലുള്ള ധാരണ. ഇപ്പം കഴിഞ്ഞ പെരുന്നാളിൽ റംസാൻ ആശംസകൾ വലിയ നേതാവ് പറഞ്ഞു. ഇത്തരം വളരെ എലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് പഠിക്കണം എന്നുള്ള ഒരു ബോധം ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഞാൻ
നേരത്തെയൊക്കെ താമരശ്ശേരി ചുങ്കം മുതൽ അടിവാരം വരെ 18 കുരിശുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, ഇത്രയും കൂടുതൽ എന്തിനാണ് ഇവിടെ? അപ്പോൾ ഞാൻ താമസം ആ ഭാഗത്തേക്ക് മാറ്റി അവിടുത്തെ ക്രിസ്ത്യാനികളുമായി മിങ്കിളായപ്പോൾ ഈ 18 വിഭാഗത്തിൻ്റെതാ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരിലുള്ള അവരുടെ ആ ഓരോ സെക്റ്റിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ അവരുടെ ആ ഒരു ദർജകളെക്കുറിച്ച്, മീൻസ് അവരുടെ ഓരോ സ്റ്റെപ്പുകൾ, ഓർഗനൈസേഷൻ സിസ്റ്റം, ഇതൊക്കെ ഞാൻ പഠിച്ചു. തെക്കോട്ട് വന്നാൽ, പ്രത്യേകിച്ച് ഈ കിഴക്കൻ ക്രിസ്ത്യൻ മേഖലയിലേക്ക് വന്നാൽ അവർക്കിതുപോലെ മുസ്ലിങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഒരു ബിഷപ്പുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരിക്കലേ മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലുള്ള അകൽച്ച ഉണ്ടാക്കാനുള്ള വലിയൊരു ശ്രമമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ബിഷപ്പുമായിട്ട് ഇങ്ങനെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആളുണ്ട്. ഹലാലിനെ കുറിച്ചും മറ്റ് അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം അന്ന് ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവർ തിരക്കേടില്ല, അവർ വളരെ എപ്പോഴും നല്ല, അവരേതാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ ജീവിക്കുന്ന നാട്ടിലുള്ള മതങ്ങളെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെക്കുറിച്ചും അവരുപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാകണം. ഇപ്പൊ പറഞ്ഞല്ലോ ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കിടയിലുള്ള അകൽച്ച ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ കാര്യം. ഈ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ സമയത്ത് വന്നു. അതുപോലെ ഹലാൽ റെസ്റ്റോറൻറ്റ്സിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെയും വന്നു. അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയ അജണ്ടയും ഉണ്ട്. അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? അതൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ എന്താണ് ഹലാൽ എന്നെല്ലാവരും ഒന്ന് ചോദിക്കും, പഠിക്കും. ഓ ഹലാൽ ഇതാണല്ലേ, കുഴപ്പമില്ല എന്ന് പറയും. ഇങ്ങനൊരു വിവാദം ഉണ്ടായിട്ടില്ലെങ്കിൽ ആരാണ് ഇതിനെക്കുറിച്ച് പഠിക്കുക? എവിടെയാണോ വിവാദം ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് നമ്മൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സമയം നോക്കിയാൽ ബാബരി മസ്ജിദ് തകർത്ത വർഷമാണ്. അതുപോലെ ഡെൻമാർക്കിൽ ഈ കാരിക്കേച്ചർ ഉണ്ടാക്കിയ സമയത്താണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത്. റീസെൻ്റ്ലി ഇപ്പം ഞാൻ പറയുന്നത് പിന്നെ ഈ ഗാസയിൽ പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം യൂറോപ്പിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരും. അങ്ങനെ എന്താണ് ഈ ഭീകരമായ ഈ സാധനം എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതാണല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വിവാദങ്ങളുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. സ്ത്രീകള് അതായത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ 50% സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടിപ്പോയി എന്ന് പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം പല സ്ഥലങ്ങളിലും സ്ത്രീകളാണ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നതെങ്കിലും ഭരിക്കുന്നത് പുരുഷന്മാരാണ് എന്ന് പറഞ്ഞാണ് വാദം പോയത്. പക്ഷെ സ്ത്രീകൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയി അവർ വലിയ എഫിഷ്യൻസി ഉള്ളവരാണ് എന്ന് പല മേഖലകളിലും പ്രൂവ് ചെയ്തൊരു സമയം. അപ്പം അത്തരത്തിലുള്ള ആർഗ്യുമെന്റ് കുറച്ച് അടിസ്ഥാനമായിട്ട് അത് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഉണ്ടായിപ്പോയ ചില കാര്യങ്ങളാണ്. ഇപ്പം അടുത്ത് വലിയൊരു ഡിബേറ്റ് ഉണ്ടായല്ലോ. എങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കണ്ടില്ലേ, BJP എന്ത് പാസ്സാക്കി? പാർലമെൻറ്റ് ഇലക്ഷനിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ വേണം എന്ന്. പക്ഷേ ഇപ്പോൾ വേണ്ട, അടുത്തതിന് മതിയെന്ന്. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു ഇപ്പം തന്നെ വേണം. എന്നാൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പം തന്നെ നടപ്പിലാക്കിക്കൂടെ? അങ്ങനെ ഒരു ആശയമാണെങ്കിൽ അതിപ്പോൾ തന്നെ നടപ്പിലാക്കാമല്ലോ. അപ്പോൾ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ CPM സെക്രട്ടേറിയറ്റ് വന്നപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയാ അല്ലേ, ഒരെണ്ണം പോലും പെണ്ണില്ല എന്ന് പറഞ്ഞു. ഉണ്ട് എന്ന് എണ്ണി പറയാനായി അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആ നിലക്കാണ് അത് നമ്മുടെ നാട്ടിൽ പണ്ടേ ഉള്ളൊരവസ്ഥ. സ്ത്രീകളെ ആരും പഠിപ്പിച്ചില്ല, വളർത്തിയില്ല, മുന്നോട്ട് കൊണ്ടുവന്നില്ല. അതുകൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണത്. അല്ലാതെ എല്ലാ മതങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാവും ഈ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിനൊരു തിയോളജിക്കൽ റിലീജിയസ് ഇത് കിട്ടുന്ന, അപ്പോൾ സ്ത്രീകളെ ഭരണം ഏൽപ്പിക്കുന്ന ജനത വിജയിക്കില്ല എന്ന ഹദീസ് ചൂണ്ടിക്കാണിച്ചതുണ്ട്. അതിൻ്റെ കാരണം ജനസംഖ്യ കുറയും എന്നുള്ളതാണ്. ഇപ്പം ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ, നമ്മുടെ നാടും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ജനസംഖ്യ കുറയുന്നു. സ്ത്രീകളെ ഭരണം ഏൽപ്പിക്കുക, പൊതുകാര്യങ്ങൾ ഏൽപ്പിക്കുക, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവാം? പ്രസവം കുറയും, ഗർഭധാരണം കുറയും, പ്രസവം കുറയും, ജനസംഖ്യ കുറയും.
കാരണം കുഞ്ഞിനെ നോക്കാൻ സ്കൂളിൽ പോകാൻ രണ്ടും കൂടെ കഴിയുമോ? അപ്പോൾ കുട്ടി വേണ്ടാന്ന് വയ്ക്കും. ഇപ്പോൾ റഷ്യ, നോർത്ത് കൊറിയ, ചൈന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിൻ പറഞ്ഞു തമിഴ്നാട്ടിലെ സ്ത്രീകളോട്, പ്രസവിക്കൂ, കുട്ടികളില്ല, നാട് ജെറിയാറ്റിക് സ്റ്റേറ്റ് ആകാൻ പോവാണ് എന്ന്. ആ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം നേരത്തെ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ഉസ്താദ് ആദ്യം പറഞ്ഞു ഈ മുസ്ലിം ലീഗ് അല്ല മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊളിറ്റിക്കൽ റെപ്രസെന്റേറ്റീവ് എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ മുസ്ലിം ലീഗിനാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം MLA-മാരുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ഇപ്പൊ ഈ ഒരു ഏകദേശം 10 വർഷമായിട്ട് ലീഗ് ഭരണത്തിലില്ല. അതുകൊണ്ട് ലീഗ് ഭരണത്തിൽ ഇല്ലാത്തത് കൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും പ്രത്യേകമായ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിവിടെ ബജറ്റ് ഇല്ലാത്തത് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. ബജറ്റിൻ്റെ കുറവാണോന്നും അറിയില്ല. കർണാടകയിലൊക്കെ കർണാടക മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ വഖഫ് ബോർഡ് ഒക്കെ യഥേഷ്ടം ഫണ്ടുകൾ അനുവദിക്കുകയും ധാരാളമായ വികസനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇനി ഏത് ഗവൺമെന്റ് ആയാലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല. ഗവൺമെന്റിന് ലീഗ് ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണോ? ലീഗ് ഭരിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആന്ധ്രാപ്രദേശിൽ 11% മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് ഗവൺമെൻറ് ജോബിൽ 10% മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. കേരളത്തിൽ 30% മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയും ഇല്ല. ലീഗ് കൊണ്ട് അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു നേട്ടമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ സമസ്ത ഉണ്ടാക്കിയതാണല്ലോ. അതുപോലെ MES പോലുള്ള സംഘടനകൾ ഉണ്ടാക്കിയതാണല്ലോ. ലീഗ് ഭരിച്ചതുകൊണ്ട് എന്താ പ്രത്യേകിച്ചുണ്ടായിരുന്നു? പക്ഷേ തുടങ്ങിയ കാലത്ത്, ആദ്യകാലത്തൊക്കെ ഒരു സാമുദായിക പാർട്ടി എന്ന നിലക്ക് ലീഗ് നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ലീഗാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ പരന്നുപോയത്. മതസംഘടനകൾക്ക് ഈ രാഷ്ട്രീയ സ്ഥാനങ്ങളുടെ അടിമയാവേണ്ടതില്ല എന്നൊരു ഡിക്ലറേഷനാണല്ലോ 89 ഈ പിളർന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം സ്വന്തമായ ഒരു അസ്തിത്വം ഉണ്ടായിരുന്നുണ്ട്. അപ്പം മറുവിഭാഗത്തിൽ ലീഗിനെ ആശ്രയിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, അത് പറയുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, റിസർവേഷൻ ഉണ്ടാവും, എങ്കിലും സമസ്തയുടെ ഇപ്പോൾ കാണുന്ന ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഈ രാഷ്ട്രീയ വിധേയത്വമാണോ, എന്താണ് അതിന് കാരണം? അത് കൂടുതൽ പഠിക്കേണ്ടതാണ് ആവശ്യം. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഒരു നേരത്തെ കൊടുത്തതുപോലുള്ളൊരു ഇമ്പോർട്ടൻസ് സമസ്തക്ക് കൊടുക്കാത്തതാണോ, അല്ലെങ്കിൽ സമസ്ത ഒന്നുകൂടെ സ്വതന്ത്രമായി നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയതാണോ എന്നുള്ളൊരു കാര്യമാണ് അതിൽ പരിശോധിക്കേണ്ടത്. എന്തായിരുന്നാലും മതസംഘടനകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വന്തം വാലാകുന്ന രീതി നല്ലതല്ല. പലരും ചർച്ചയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് 89 കാന്തപുരം എടുത്ത നിലപാടായിരുന്നു ശരി എന്ന് ഈ കാലഘട്ടം തെളിയിക്കുന്നു എന്നൊക്കെയാണ്. അതിന് സോഷ്യൽ മീഡിയക്കാരല്ലാത്ത മീഡിയക്കാരും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയട്ടെ. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിന്റെ ഒരു തുടർ ചോദ്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ മലബാറിന് പുറത്തുള്ളവർക്ക് സമസ്ത എന്നൊരു വാക്കൊക്കെ നമ്മൾ വളരെ അടുത്താണ് കേട്ടു തുടങ്ങിയത്, ചർച്ചകളിൽ വന്നു തുടങ്ങിയത്. അതും ഇപ്പൊ പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ സമസ്തയ്ക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും വളരെ അടുത്ത കാലത്താണ്. ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വന്തം വ്യക്തിത്വത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സംഘടന തന്നെയല്ലേ സമസ്ത? തീർച്ചയായും സമസ്ത സ്വന്തമായി തന്നെ നിൽക്കേണ്ടത്. കാരണം അത് പണ്ഡിതന്മാരാണ്. മതത്തിൻ്റെ ആധികാരികമായ ശബ്ദം പണ്ഡിതന്മാരുടേതാണ്. അതവർ തന്നെയാണ് പറയേണ്ടത്. അതിൻ്റെ കീഴിലാണ് മറ്റെല്ലാ സംഘടനകളും വരുന്നത്. ഇനി മുസ്ലിം ലീഗും സമസ്തയും ഒന്നാണെന്നുള്ളൊരു രീതിയിൽ പ്രവർത്തനവും ചിന്താഗതിയും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? അല്ല, അത് പഴയ കാലത്ത് മുസ്ലിം ലീഗിൽ കൂടുതലും സുന്നികൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഈ സമസ്തയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ മാത്രമായതുകൊണ്ടോ ഒക്കെ അങ്ങനെ വളർന്നു വന്നൊരു കാര്യമായിരിക്കാം. അധ്യക്ഷ സ്ഥാനത്തൊക്കെ സുന്നികൾ തന്നെയാണല്ലോ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്.
ലീഗിൽ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ട്, സുന്നി അല്ലാത്തവരുണ്ടായിട്ടുണ്ട്. അല്ലെ ഈ മുസ്ലിം ലീഗില് നേതൃത്വത്തിലോ അണികളിലൊക്കെ ഈ വഹാബി സ്വാധീനം എത്രത്തോളം ഉണ്ട്, അതാണ് ഒരു ഘടകം എന്ന് പറയുന്നത് ശരിയാണോ? വഹാബികൾ പണ്ടേ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഏത് നാട്ടിലും അവർ രാഷ്ട്രീയത്തിൽ കയറി കൂടാൻ വേണ്ടി നന്നായി ശ്രമിക്കും. സൗദി അറേബ്യയിലും അത് തന്നെയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ചെറിയ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും സുന്നി സമൂഹം പൊതുവെ പഴയ കാലത്ത് അത്തരം വിഷയങ്ങളിലേക്കൊന്നും തീരെ കടന്നു വരില്ല. അവരവരുടെ മതവും ദീനും കൃഷിയും അതുമായി മാത്രം നിൽക്കുമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ നല്ല ഇൻവോൾവ്മെൻറ്റ് ഇൻ്റർഫിയറൻസും നടത്താൻ തുടങ്ങി സുന്നി സംഘടനകൾ. കക്ഷി രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമുണ്ട് എന്ന അവസ്ഥയിലേക്ക് വന്നു. അതിനതിൻ്റേതായ നേട്ടവും ഉണ്ടായിട്ടുണ്ട്, സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. EK സമസ്തയെ നമ്മൾ ലീഗുമായിട്ട് നമ്മളൊന്നും ചേർത്ത് പറയുമ്പോൾ AP സമസ്തയെ ഒരു പരിധി വരെ ചിലരൊക്കെ അരിവാൾ സുന്നികളെന്ന് വരെ പറയുന്ന അവസ്ഥകൾ പലതും പറയാറുണ്ട്. കോൺഗ്രസ് സുന്നികളെന്നും പറയാറുണ്ട്, ചില സമയത്ത് BJP ആയിട്ട് അതും പറയാറുണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ മനസ്സിലായി, ഒന്നിനോടും ചേർക്കണ്ട എന്നുള്ള മനസ്സിലായല്ലോ. അതെ, എതിരോടെങ്കിലും ആഭിമുഖ്യം ഉണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഏതെങ്കിലും എന്നോട് ഒന്നിനുണ്ടെങ്കിലും മാറ്റി പറയൂല. ഇതിങ്ങനെ ഓരോ സമയത്ത് മാറ്റി മാറ്റി പറയുന്നത് തന്നെ ഇവർക്ക് അങ്ങനെ പ്രത്യേക ആരോടും ഇല്ല എന്നതിന്റെ ഒരു അടയാളാണ് അത്. പക്ഷേ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഉള്ളത് നല്ലതല്ലേ? റെപ്രസെന്റേഷൻ ഉണ്ട്, അത് പിന്തുണ കിട്ടുന്നവർക്കറിയാം ഞങ്ങൾക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് ഓരോ സമയത്ത്. അങ്ങനെ സീക്രട്ട് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണോ ഈ രാഷ്ട്രീയ പിന്തുണ? അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരിലൊക്കെ ഈ കക്ഷി രാഷ്ട്രീയമായ താല്പര്യങ്ങളും സ്ഥാനമോഹങ്ങളൊക്കെ വർദ്ധിക്കുകയും അവരുടെ മനസ്സ് ശുദ്ധിയില്ലാതാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള സ്ഥാനം കിട്ടാനോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളോ ഒന്നുമില്ല. നമ്മൾ പരിമിതമായ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുന്നു, പൊതുവായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിന്തുണയ്ക്കുന്നു എന്നതിലൊതുങ്ങി നിൽക്കും. അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ താഴെ തട്ടിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും? ഇല്ലെങ്കിൽ നെറ്റ്വർക്ക്, സംഘടനാ നെറ്റ്വർക്ക് അതല്ലേ. ഇപ്പോൾ SYSന് 2 ലക്ഷം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ SYS ഇന്നൊരു തീരുമാനം എടുത്താൽ ഇപ്പോഴത്തെ കാലത്ത് 10 മിനിറ്റ് കൊണ്ട് എത്തും. പഴയ കാലത്താണ് 3 ദിവസം കൊണ്ട് യൂണിറ്റിലെത്തുക. വരും വ്യക്തമായ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ 49,000 ഓഫീസ് ബെയറേഴ്സിൻ്റെ SYSന് മാത്രം. അപ്പോൾ അവരാഴ്ചയിൽ മീറ്റിംഗ് ചേരുന്നുണ്ട്. ഇപ്പൊ LDF പിന്നെ മൂന്നാമതും വരും എന്നുള്ളൊരു നെറേറ്റീവ് പൊതുവെ കേൾക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു ഇനിയും ഈ ഒരു തുടർച്ച ഉണ്ടാവുന്നത് നല്ലതാണോ? അത് അതിൻ്റെ സമീപത്ത് ആകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. നെറേറ്റീവ് ഒക്കെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. അല്ല, SNDP വെള്ളാപ്പള്ളിയൊക്കെ ആശംസിച്ച പോലെ നമ്മൾക്ക് ഇവർ വരണം എന്നുണ്ടോ? അല്ലെങ്കിൽ അത് പറയാത്തതാണല്ലോ ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങളത് ഒരു കാലത്തും പറയില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠനം ഉണ്ടാകും. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്, അതിനുള്ള റിസർച്ചുണ്ട്, തീരുമാനങ്ങളുണ്ട്. അതതിൻ്റെ വഴിക്ക് നടക്കും. പിണറായി വിജയൻ എന്ന വ്യക്തിയെ, ഒരു മുഖ്യമന്ത്രിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ല കമാൻഡിങ് പവറുള്ളൊരു മുഖ്യമന്ത്രിയാണ്, നല്ല വിനയ സ്വഭാവമുള്ള ഒരാളുമാണ്. ഇത് രണ്ടും ഉണ്ട്. എന്താ വേണ്ടത്? അതെ, ഈ വഹാബിസം അവർ പൊളിറ്റിക്സിൽ ഇത് ചെയ്യുന്നു, അതാണ് മുസ്ലിം ലീഗിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ഒരു പ്രശ്നം പറയും. അതേപോലെ തന്നെ ഹിന്ദു സമൂഹത്തിൽ അങ്ങനെ ഈ റിലീജിയൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് ഈ അടുത്തായിട്ട് കൂടി വരുന്നത് അതൊരു ഡേഞ്ചർ ആണോ? അല്ല, മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. രാഷ്ട്രം എപ്പോഴും, നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മതേതര രാഷ്ട്രമാണല്ലോ, മതേതര സ്വഭാവമാണല്ലോ അവിടെ നിലനിൽക്കേണ്ടത്. അത് മതത്തിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് ഒതുക്കി കൊണ്ടുപോകുമ്പോൾ മറ്റൊരു രീതിയിലേക്ക് നമ്മുടെ നാട് മാറിപ്പോകും. നോളജ് സിറ്റിയുടെ കാര്യത്തേക്ക് വന്നാൽ ഇപ്പോൾ എങ്ങനെ പോകുന്നു അതിൻ്റെ പദ്ധതികൾ? നോളജ് സിറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹായങ്ങളുണ്ടാകണം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നുള്ള ഒന്നില്ല. അപ്പോൾ നോളജ് സിറ്റി അൽഹംദുലില്ലാഹ് സ്വയം പരിശ്രമത്തിലൂടെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് പിന്തുണയുണ്ട്. ആവശ്യമായ എല്ലാ ലൈസൻസിങ്ങും കാര്യങ്ങളും മറ്റൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്.
അതൊരു കേരളത്തിലൊരു മാതൃകയാണ്. അത് ശരിക്ക് ഇന്ത്യയിൽ ഉടനീളം ഉപയോഗപ്പെടുത്തണം. താങ്കൾ മിഡിൽ ഈസ്റ്റിൽ ഈജിപ്തിൽ പഠിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു? അവിടെയൊക്കെ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ? അല്ല, ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏകാംഗ ഭരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അടിച്ചമർത്തലെന്ന് എല്ലാ ഡിക്റ്റേറ്റർഷിപ്പിനും അർത്ഥം വെക്കേണ്ടതില്ല. ആ നാടിൻ്റെ ഭരണാധികാരികൾക്കെതിരിൽ ജനങ്ങൾ ഒരിക്കലും സമരം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഡിക്റ്റേറ്റർഷിപ്പിന് അതിൻ്റേതായ പോസിറ്റീവ് ഗുണങ്ങളുണ്ട്, നെഗറ്റീവുണ്ട്. ജനാധിപത്യത്തിനും പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട്. എല്ലാറ്റിനും ഓരോന്നിനും അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ടാവുമല്ലോ. തുടർ ഭരണത്തെ പറ്റി പറഞ്ഞ പോലെ അതിന് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അപ്പോൾ വിദേശ രാഷ്ട്രങ്ങളിൽ മിക്കവാറും ഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ പെട്ടെന്നാകും. ജനങ്ങൾക്ക് വേണ്ടി അവരിറങ്ങി പ്രവർത്തിക്കും. ജനങ്ങൾ അവർക്ക് എതിരാണെന്ന് തോന്നിയാൽ അപ്പോഴേക്ക് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഭരണാധികാരിക്ക് എതിരുണ്ടാവില്ല. ഇപ്പോൾ UAE ഭരണാധികാരി സ്വന്തം കാറ് ഡ്രൈവ് ചെയ്തിട്ട് വരും, അപ്പുറം ഇപ്പുറം പോലീസും വണ്ടിയൊന്നും ഇല്ലാതെ. ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ദുബായ് കിങ് ഭരണാധികാരിയെ ഞാനൊരു വീട്ടിലിരിക്കുമ്പോൾ പുള്ളി കയറി വരുന്നുണ്ട്. ഒരു ദിവസം ചെന്നപ്പോൾ മജ്‌ലിസിൽ പുള്ളി മാത്രമേ ഉള്ളത്, ആരും എത്തിയിട്ടില്ല നോമ്പിന്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുമോ? ജനങ്ങളുടെ അനുകമ്പയും സ്നേഹവും ലഭിക്കുന്നത് അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ്. ഉസ്താദ് ആദ്യം പറഞ്ഞു മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും സംഘടന പിരിച്ചു വിടണം എന്നതിന് അർത്ഥമില്ല. അർത്ഥമില്ല. കേരളം ഇപ്പോ നമ്മള് രാജ്യത്തെ മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും പൊളിറ്റിക്കലി എംപവേർഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി നമുക്ക് കേരളത്തിലാണ് കാണാൻ കിട്ടുക. അതിന് ലീഗിലൊരു പൊളിറ്റിക്കലി എന്ത് എംപവർമെന്റ് ആണ് കേരളത്തിൽ മുസ്ലിങ്ങൾക്കുള്ളത്? ബാക്കി സ്റ്റേറ്റ്സിലെ കമ്പയർ ചെയ്ത് ബാക്കി സ്റ്റേറ്റിലെ മുസ്ലിങ്ങൾ ശക്തമാണെന്നല്ല ഞാൻ നേരത്തെ ഉദാഹരണ സഹിതം പറഞ്ഞല്ലോ. ആന്ധ്രയിലോ കർണാടകയിലോ ഒരു മന്ത്രി ഉണ്ടെങ്കിലും മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം കേരളത്തിലെ 10 മന്ത്രി ഉണ്ടായാലും ലഭിക്കൂല. 5 മന്ത്രി ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ മുസ്ലിം മന്ത്രി ഉണ്ടാവുക എന്നതല്ല, മുസ്ലിങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ഗുണം ചെയ്യുന്ന നീതിയുള്ള മന്ത്രി ഉണ്ടാവുക എന്നുള്ളതാണ്. മതവും ജാതിയും അല്ല. പക്ഷെ ഇപ്പൊ UDF ഭരണത്തിൽ വരുവാണെങ്കിൽ ലീഗിനൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കിട്ടാനൊരു സാധ്യത ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തില്? ആ ചോദ്യത്തിനെ ഞാൻ പറയുന്നത് അതൊരു ടൈറ്റിൽ മാത്രമാണ് അല്ലേ? ഉപമുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിന്റെ അധികാരമുണ്ടോ? അത് ഓരോരുത്തർക്ക് ചില സമയത്ത് വിപ്പ് അറിയപ്പെടും, ചിലപ്പോൾ അറിയപ്പെടൂല. ഒക്കെ വ്യക്തികൾക്കനുസരിച്ച് കൊടുക്കുന്നൊരു സാധനം. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അർഹിക്കുന്ന അനുവാദം കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് ഇവിടുത്തെ ജനസംഖ്യാനുപാതികമായി ഒരു പാർട്ടിയും ഉണ്ടാക്കുന്നില്ല, സീറ്റ്സ് കൊടുക്കുന്നില്ല, സ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് അത്. ഈ മുനമ്പം വിഷയത്തിലെ സംസ്ഥയുടെ അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത് തന്നെയാണോ? ഈ അടുത്ത് VD സതീശനെ വിമർശിച്ചു അതൊക്കെ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്താണ്. ഞാൻ കേരളത്തിൽ 14 പത്രസമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് സമസ്തൻ്റെ ഫത്വ കിട്ടേണ്ട ഒരു സാധനമല്ല മുനമ്പം ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ളത്. അതിൻ്റെ ആധാരം നോക്കിയിട്ട് പറയേണ്ട കാര്യം. നമ്മൾക്ക് അതിലൊരു നിലപാട് ഉണ്ട്. വഖഫാണെങ്കിൽ വഖഫായി നിലനിൽക്കണം, വഖഫ് അല്ലെങ്കിൽ അതിൻ്റെ നിയമം അനുസരിച്ച് പോകണം. അതാണല്ലോ നമുക്കതിലുള്ള നിലപാട്. ഈ അടുത്ത് CMന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഈ മലപ്പുറത്തെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഹവാല ഇടപാടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നല്ലോ. അപ്പൊ അതിനോടൊക്കെയുള്ള പ്രതികരണങ്ങൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ജില്ലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുകളെയോ ഒന്നും ചേർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പറയേണ്ടതില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പത്രക്കാർക്ക് കൂടുതൽ അവസരം എടുക്കും. അകൽച്ചയുടെയും വെറുപ്പിൻ്റെയും യാതൊരു തരത്തിലുള്ള പ്രസ്താവനകളും ആരിൽ നിന്നും ഉണ്ടാകരുത്. അപ്പോൾ അതിനുള്ള എന്ത് സാഹചര്യം ഉണ്ടായാലും പരമാവധി അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. വഖഫിന്റെ പ്രശ്നം അബ്ദു ചോദിച്ച പോലെ ലീഗ് ഇപ്പൊ വേറൊരു പ്രശ്നത്തിൽ പെട്ടെടുക്കാണ്. സർ സയ്യിദ് കോളേജിന് അത് അതിന്റെ ഒരു മുന്നാധാര പ്രകാരം അത് ഒരു ഇല്ലത്തിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു എന്നുള്ള ഒരു സത്യവാങ്മൂലം അവർ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റായി പോയി എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. അപ്പൊ ഒരു ക്ലറിക്കൽ എറർ മാത്രമായിരുന്നു എന്നുള്ളതാണോ? ഒരാൾ തെറ്റ് എൻ്റെത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണം എന്നാണ് നയം. ഇപ്പോൾ ഒരാൾ ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടു നമ്മൾ, അപ്പോൾ അയാൾ വന്ന് പറയാണ്, ഒരാളിങ്ങനെ ഈ ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് കണ്ടു, അപ്പം മദ്യമാണെന്ന് നമ്മൾ കരുതി. പിന്നീട് അയാളെന്ന് പറഞ്ഞു അത് ഞാൻ ആപ്പിളായിരുന്നു കുടിച്ചതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ മദ്യമാണെങ്കിലും ഒരാൾ തെറ്റുവന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ കടന്നു കയറാൻ പാടില്ല. കാരണം അതൊരു അവസരമാണല്ലോ. ഇപ്പോ നിലമ്പൂർ ബൈ ഇലക്ഷൻ വരെയാണ്. അവിടെ സമസ്തയ്ക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ്. അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കുക? ഇലക്ഷൻ പ്രഖ്യാപിക്കട്ടെ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ തീരുമാനം പറയാം. സമസ്തയ്ക്ക് അവിടുത്തെ വിജയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായും ശക്തിയുണ്ട്. ഉണ്ട്.